മമ്മൂട്ടി വിളിച്ചാൽ വരൂല, ഷാരൂഖ് ഖാൻ ചാൻസ് ഇല്ല. ഇപ്പൊ കേരളത്തിൽ ഞാൻ പറയും ഒരു 80% ബ്രാൻഡുകൾ തൃശ്ശൂരുകാരാണ് ഓൺ ചെയ്യുന്നത്. സീക്രട്ട് പുറത്തേക്ക് വന്ന 100% ഹാർഡ് വർക്കിംഗ് എന്ന് പറഞ്ഞാൽ അതിന്റെ എക്സ്ട്രീം ഹാർഡ് വർക്കിംഗിലാണ്. വാട്ട് ഈസ് എ ഹാക്കത്തോൺ? മനസ്സിൽ ഒരു കുറ്റബോധം ഉണ്ടാവാൻ തുടങ്ങി. ആ സ്റ്റാൻഫോർഡ് യൂണിവേഴ്സിറ്റിയാണ് സിലിക്കൺ വാലി എന്ന് പറയുന്ന എക്കോസിസ്റ്റം ഉണ്ടാക്കിയത്. ഇപ്പോഴും ഒരു ഡോക്ടർ ആവണം. ഇന്ത്യയിൽ ഒരേ ഒരു എഞ്ചിനീയറിംഗ് കോളേജേ ഉള്ളൂ, കമ്പ്യൂട്ടർ സയൻസ് ഡിപ്പാർട്ട്മെന്റുകൾ മാത്രമേ ഉള്ളൂ. അധികം ആൾക്കാരൊന്നും ചെയ്യാത്തൊരു സംഭവം. ഇന്നത്തെ ബിസിനസ്സിന് ആവശ്യം തിങ്കേഴ്സിനെയാണ്. ഞാൻ കോൾ സെന്ററിൽ നിർത്തിയതാ. മറ്റുള്ളവർ ഉണ്ടാക്കിയ ആ പാത ഫോളോ ചെയ്യാതെ സ്വന്തമായിട്ടുള്ള ഒരു സാമ്രാജ്യം പടുത്തുയർത്തിയ ഫിലിം പ്രൊഡ്യൂസർ ഓഫ് 1983, ക്വീൻ, കാണേ കാണേ, as well as the founder and managing director of Mentor Engineering College, Mr. T.R. Shamsuddin. We are so happy to have you on the show. Welcome to Rooted. ഷംസു, ഞാൻ ഷോർട്ടനാക്കി TR ഷംസുദ്ദീൻ എന്നൊക്കെ ഞാൻ ഇൻട്രൊഡക്ഷനിൽ പറഞ്ഞു. അത് പ്രേക്ഷകർക്ക് വേണ്ടിയാണ്, പക്ഷെ വിളിക്കാൻ സുഖം ഷംസു ആണ്. സുഖം. വലിയ വലിയ കാര്യങ്ങൾ ചെറിയ പ്രായത്തിൽ ചെയ്ത ഒരു വ്യക്തിയാണ് അല്ലെ? 24 വയസ്സ് എന്നൊക്കെ പറയുമ്പം ശരാശരി ഒരു വ്യക്തി കളിച്ച് നടക്കുന്ന പ്രായം, പ്രേമിച്ച് നടക്കുന്ന പ്രായം. പക്ഷെ ആ പ്രായത്തില് ഒരു കോളേജ് തുടങ്ങിയെന്ന് മാത്രമല്ല, നമ്മളെല്ലാവരും ആദരിക്കുന്ന APJ അബ്ദുൽ കലാം അതിൻ്റെ ഇനോഗ്രേറ്ററായി എത്തുന്നു. നമുക്കൊന്നും സ്വപ്നം കാണാൻ പോലും പറ്റാത്ത രീതിയിലുള്ള ഒരു സ്റ്റാർട്ടായിരുന്നു. എന്താണ് ഒരു 24 വയസ്സുകാരനെ ഇങ്ങനെയൊക്കെ ചെയ്യാൻ പ്രേരിപ്പിച്ചത്? ചെറുപ്പം മുതലേ ഞാൻ മിക്കപ്പോഴും പറയാറുണ്ട്, എൻ്റെ ചെറുപ്പം മുതലേ എനിക്ക് എന്തെങ്കിലും സ്വന്തമായി ബിസിനസ്സായിട്ട് ചെയ്യണം എന്നാണ് ആഗ്രഹം ഉണ്ടായിരുന്നത്. അത് ചെറുപ്പം എന്ന് പറയുമ്പോൾ എപ്പോൾ തുടങ്ങിയ ആഗ്രഹം? ചിലപ്പോൾ സ്കൂൾ എഡ്യൂക്കേഷൻ മുതലേ അങ്ങനെയായിരുന്നു. കാരണം അതിന് ഞാൻ എപ്പോഴും ക്രെഡിറ്റ് കൊടുക്കുന്നത് എൻ്റെ ഫാദറിന് തന്നെയാണ്, മദറിനും. അപ്പോൾ കാരണം എപ്പോഴും ഫാദറും മദറൊക്കെ ഗവൺമെൻറ് എംപ്ലോയീസ് തന്നെയായിരുന്നു, തൃശ്ശൂർ. അപ്പം അവിടെ നിന്നൊക്കെ കിട്ടുന്ന ലിമിറ്റഡ് തന്നെ വീട്ടിലെന്തോരം ഇതുണ്ടാക്കുന്നു എന്നുള്ളത് നമുക്കറിയാം. ആ ചിലവുകളൊന്നും അതായത് കിട്ടുന്ന സാലറി ഒന്നും പോരാ, അങ്ങനെയുള്ള ഇതുകളൊക്കെ ഉണ്ടാകുന്നു. അപ്പം നമുക്കൊരു സമാധാനമായിട്ടുള്ള ലൈഫ് വേണമെന്നുണ്ടെങ്കിൽ എല്ലാം കുറച്ച് അത്യാവശ്യം പൈസയൊക്കെ ഉണ്ടായാലേ പറ്റത്തുള്ളൂ. അപ്പോൾ അതുകൊണ്ട് അതൊക്കെ ബിസിനസ്സിൽ നിന്നായിരിക്കും എന്നുള്ള ഇതും പഠിച്ചിരുന്നു. പിന്നെ ഫാദറും കുറേ എക്സാമ്പിൾസ് പറയുമായിരുന്നു. അതായത് ചെറുപ്പം മുതലേ ടാറ്റയുടെ സ്റ്റോറി അല്ലെങ്കിൽ ബിർളയുടെ സ്റ്റോറി, അങ്ങനെയൊക്കെയുള്ള സ്റ്റോറികളൊക്കെ ഞാൻ അങ്ങനെ കേട്ട് വളർന്നിരുന്നു. അപ്പോൾ അതുകൊണ്ട് തന്നെ ചെറുപ്പത്തിൽ പിന്നെ ഫാദർ ആണെങ്കിലും ചെറുപ്പത്തിൽ കുറച്ച് സൈഡ് ബിസിനസ്സൊക്കെ ചെയ്യാൻ നോക്കിയിരുന്നു. അപ്പോൾ അതിനൊക്കെ എന്നെ കൂടെ കൊണ്ടുപോയിരുന്നു. അപ്പം അങ്ങനെയൊക്കെ എനിക്ക് ചെറുപ്പത്തിലെ ആ ഒരു മോഹം ഉണ്ടായിരുന്നു. എത്ര മക്കളായിരുന്നു നിങ്ങൾ? 2 പേര്. ഞാനും അനിയത്തി. ഓക്കെ. അപ്പോൾ തൃശ്ശൂരിൽ ഈ ഒരു ജീവിതമൊക്കെ തുടങ്ങി. അങ്ങനെ ഈ കോളേജ് തുടങ്ങണം, മറ്റുള്ളവരെ ഇൻസ്പയർ ചെയ്യണം, സ്വയം പ്രാപ്തിയായി ജീവിക്കാനുള്ള ഒരു രീതി അവരെയും പഠിപ്പിച്ചു കൊടുക്കണം, ഇതാണല്ലോ റൈറ്റ്? അപ്പം എങ്ങനെ തുടങ്ങി? ഈ ഒരു 24 വയസ്സുള്ള കുട്ടി എങ്ങനെ തുടങ്ങും ഒരു കോളേജ്? ഞാൻ എപ്പോഴും കേൾക്കുന്ന ഒരു ക്വസ്റ്റ്യനാണത്. കാരണം സത്യം പറഞ്ഞാൽ ഞാൻ കോളേജ് പഠിക്കുമ്പോൾ മുതൽ ഉള്ള എൻ്റെ ഹാർഡ് വർക്കാണ് 24 വയസ്സ്. 24 വയസ്സിന് മുന്നേ വരെ, അല്ലെങ്കിൽ കോളേജ് ഒരു ഫിലിം പ്രൊഡ്യൂസ് ചെയ്യുന്ന വരെ തന്നെ ഞാൻ അങ്ങനെ ഇപ്പം നേരത്തെ ഉദ്ദേശിച്ച പോലുള്ള ലൈഫൊന്നും, ഒരു കോളേജ് ലൈഫോ അല്ലെങ്കിൽ ഒരു ടീനേജ് ലൈഫൊന്നും ഞാൻ അനുഭവിച്ചിട്ടില്ല. 100% ഹാർഡ് വർക്കിംഗ് എന്ന് പറഞ്ഞാൽ അതിൻ്റെ എക്സ്ട്രീം ഹാർഡ് വർക്കിങ്ങിലാണ് പോയിരുന്നത്. പിന്നെ അത് ഒരു ഡ്രീം ഉണ്ടായിരുന്നു. പിന്നെ വേറൊരു കാര്യം അഡീഷണൽ ഫാക്ടർ, ഇപ്പോൾ തൃശ്ശൂർ നോക്കിയാൽ അറിയാം, കേരളത്തിൽ ഞാൻ പറയും ഒരു 80% ബ്രാൻഡുകളും തൃശ്ശൂരുകാരാണ് ഓൺ ചെയ്യുന്നത്. അപ്പം തൃശ്ശൂർ ടൗണിൽ നമ്മൾ നോക്കുമ്പോൾ കല്യാണം, അലുക്കാസ്, അങ്ങനെ നമ്മളെ അവിടെ ഇൻസ്പയർ ചെയ്തിട്ടുണ്ട്. അവിടുത്തെ ബ്രാൻഡുകൾ നമ്മളെ ഇൻസ്പയർ ചെയ്തിട്ടുണ്ട്. ഇപ്പോൾ യൂസഫ് അലിക്കാണെങ്കിലും ഇങ്ങനെയൊക്കെ ഇവരുടെയൊക്കെ ലുലു, അങ്ങനെയൊക്കെയുള്ള സ്റ്റോറികൾ നമ്മൾ കേൾക്കുന്നതെല്ലാം അവർക്ക് ചെയ്യാൻ പറ്റുമെങ്കിൽ നമുക്കും ചെയ്യാൻ പറ്റുമെന്നുള്ള ആ ഒരു കോൺഫിഡൻസ് നമ്മുടെ ഉള്ളിൽ ബിൽഡ് ചെയ്തിട്ടുണ്ട്. അതെന്നെ ഒരുപാട് മോട്ടിവേറ്റ് ചെയ്തിട്ടുണ്ട്, അല്ലെങ്കിൽ ചെയ്യാൻ പ്രേരിപ്പിച്ചിട്ടുണ്ട്. അതുകൊണ്ട് തന്നെ ഹാർഡ് വർക്ക് ചെയ്തിട്ടുണ്ട്. പിന്നെ ഞാൻ നേരത്തെ പറഞ്ഞ പോലെ ആൾക്കാർക്ക് 24 വയസ്സിൽ ഞാൻ കോളേജ് സ്റ്റാർട്ട് ചെയ്തു, അല്ലെങ്കിൽ അത് അബ്ദുൽ കലാം സാറ് വന്ന് ഇനാഗ്രേറ്റ് ചെയ്തു, ഇത് മാത്രമേ അറിയത്തുള്ളൂ. അതിനു മുന്നേ ഞാൻ തമിഴ്നാട്ടിൽ പഠിക്കുമ്പോൾ തൊട്ട് ഞാൻ അണ്ണാ യൂണിവേഴ്സിറ്റി സെൻറ്റ് മൈക്കിൾ കോളേജ് ഓഫ് എഞ്ചിനീയറിംഗ് എന്ന് പറഞ്ഞാൽ മധുരയിൽ കളയർക്കോൽ എന്ന് പറയുന്ന സ്ഥലത്ത്, ഭയങ്കര ഗ്രാമം എന്നൊക്കെ പറഞ്ഞാൽ വളരെ ഇൻറ്റീരിയർ ആയിട്ടുള്ള സ്ഥലമാണത്. അവിടെ പഠിക്കുമ്പോൾ ഞാനൊരു ഫീസിൻ്റെ പ്രോബ്ലം സോൾവ് ചെയ്യാനാണ് ആക്ച്വലി ഞാൻ ആ കോളേജിനെ മാർക്കറ്റ് ചെയ്യാൻ തുടങ്ങുന്നത്.
ഓക്കെ. അപ്പോൾ അത് എൻ്റെ ബാച്ചിൽ 20 സ്റ്റുഡൻസ് ഉണ്ടായിരുന്നു. പക്ഷെ ഞാൻ ആ കോളേജിനെ മാർക്കറ്റ് ചെയ്ത്, ആ കോളേജ് മാർക്കറ്റ് ചെയ്യുക എന്ന് പറയുമ്പോൾ ജസ്റ്റ് മാർക്കറ്റിംഗ് അല്ല, കോളേജിൽ മലയാളി മെസ്സ് കൊണ്ടുവരിക, മലയാളി സ്റ്റുഡൻസിനുള്ള ഫെസിലിറ്റി ഉണ്ടാക്കുക, അങ്ങനെ എല്ലാം കൂടി ചെയ്തിട്ടാണ് അത് ചെയ്തിരുന്നത്. അപ്പോൾ അങ്ങനെ ചെയ്തു വന്ന് അതിനൊരു മലയാളി ടൗൺ പോലെ ആ കാളയാർക്കോട് എന്ന് പറഞ്ഞ ടൗണിനെ നമുക്ക് ആക്കിയെടുക്കാൻ പറ്റും. അപ്പോൾ ഇതറിഞ്ഞുകൊണ്ട് ബാക്കിയുള്ള കോളേജുകൾ എന്നെ അപ്രോച്ച് ചെയ്തു. അങ്ങനെ ഞാൻ 24 വയസ്സിന് മുന്നേ തമിഴ്നാട്ടിലെ ഏകദേശം ഒരു 8 എഞ്ചിനീയറിംഗ് കോളേജുകളോളം ഞാനാണ് മാർക്കറ്റ് ചെയ്തുകൊണ്ടിരുന്നത്. ഏർലി 20s അല്ലേ? 18, 20, 19, 20. വാവ്. അപ്പം അത്രയും അത് ചില്ലറ കാര്യമല്ല. അത് മാർക്കറ്റിംഗ് എന്ന് പറഞ്ഞാൽ അന്ന് മൊബൈൽ ഫോണില്ല. ഞാൻ ബൂത്തുകളിൽ പോയിരുന്നിട്ട് രാത്രി ബൂത്തുകളിൽ ഇരുന്നിരുന്ന് വിളിച്ചിട്ടാണ് അഡ്മിഷൻസ് ചെയ്തിരുന്നത്. അതേപോലെ കേരളത്തിലെ ഇപ്പം ഒരു സ്ഥലത്ത് നിന്ന് ഇപ്പോൾ ഞാൻ ഇന്ന് കോട്ടയത്താണ് ഒരു സ്പോട്ട് അഡ്മിഷൻ ഒരു മാർക്കറ്റിങ്ങിന് ഇരുന്ന, ഞാൻ ട്രാവൽ ചെയ്ത് നൈറ്റ് ബസ്സിൽ ട്രാവൽ ചെയ്ത് കോഴിക്കോട് പോകും, രാത്രി ബസ്സിൽ ട്രാവൽ ചെയ്യും, പകല്. കാരണം ഇതൊരു കുറച്ച് ഒരു 3-4 മന്ത്സേ കോളേജുകളുടെ മാർക്കറ്റിംഗ് ഉള്ളൂ. ആ ദിവസം ഓരോ ദിവസവും ഇമ്പോർട്ടൻ്റ്. ഉറക്കമില്ലാതെ അത്രയും കഷ്ടപ്പെട്ടിട്ടാണ് അതിലേക്ക് എത്തിയിട്ടുള്ളത്. പിന്നെ നമ്മൾ പറയുമ്പോൾ നമ്മളെപ്പോഴും പറയത്തില്ലേ ലോ ഓഫ് അട്രാക്ഷൻ, അല്ലെങ്കിൽ നമ്മൾ സ്വപ്നം കാണുമ്പോൾ യൂണിവേഴ്സ് നമുക്ക്, എനിക്ക് അങ്ങനെയാണ് സംഭവിച്ചിട്ടുള്ളത്. ആക്ച്വലി നമ്മൾ അങ്ങനെ അത്രയും കഷ്ടപ്പെട്ട് വരുമ്പോൾ നമ്മുടെ മുന്നിലേക്ക് ഓപ്പർച്യൂണിറ്റീസ് വന്നിട്ടുണ്ട്. ആ ഓപ്പർച്യൂണിറ്റീസ് ഞാൻ പ്രയോറിറ്റൈസ് ചെയ്ത് കൺവേർട്ട് ചെയ്യുന്നു. ഇപ്പോൾ ഫസ്റ്റ് എഞ്ചിനീയറിംഗ് കോളേജ് എന്ന് പറയുന്നത് തന്നെ ഒരു 8 വർഷമായിട്ട് അടഞ്ഞു കിടക്കുന്ന ഒരു ബിൽഡിംഗ് ആയിരുന്നു. നിർത്തിയിട്ട ഒരു ബിൽഡിംഗ്, ഒരു എഡ്യൂക്കേഷൻ ഇൻസ്റ്റിറ്റ്യൂഷൻ സ്റ്റോപ്പ് ചെയ്ത് കിടന്ന് കാട് പിടിച്ച് അത് ഉള്ളിലേക്ക് പോലും ഒരു 10 ഏക്കർ ക്യാമ്പസിന് ഉള്ളിലേക്ക് പോലും കയറാൻ പറ്റാത്ത രീതിയിൽ കിടക്കുന്ന ഒരു ബിൽഡിങ്ങും സ്ഥലത്തിനെയും അത് കൺവേർട്ട് ചെയ്ത് അതിനെ എഞ്ചിനീയറിംഗ് കോളേജ് ആക്കുകയും ചെയ്തു. അപ്പോൾ എഞ്ചിനീയറിംഗ് കോളേജ് ആക്കുന്നതിന് മുന്നേ എനിക്ക് എല്ലാ കാര്യങ്ങളും അറിയായിരുന്നു, എങ്ങനെ ഒരു കോളേജ് ബിൽഡ് ചെയ്യാൻ പറ്റും. ഇൻസ്റ്റിറ്റ്യൂട്ട് ഓഫ് സയൻസ്, മലബാർ കോളേജ് ഓഫ് എഞ്ചിനീയറിംഗ്, മലബാർ കോളേജ് ഓഫ് എഞ്ചിനീയറിംഗ് അതാണ് അബ്ദുൽ കലാം സാർ വന്ന് എടുത്തത്. അപ്പോൾ അത് അന്ന് സാറിനെ കൊണ്ട് അതൊരു നിമിത്തം പോലെ നടന്നു. സാറിനെ ഓഫീസിൽ കോണ്ടാക്ട് ചെയ്തപ്പോൾ അങ്ങനെ ഉദ്ഘാടനം ചെയ്യാൻ കിട്ടി. അദ്ദേഹം നേരെ സമ്മതിച്ചു. ആരെ കോണ്ടാക്ട് ചെയ്തേ? അതൊരു സംഭവമാണ്. അങ്ങനെ ആലോചിക്കും, നമ്മൾക്ക് ആലോചിക്കില്ലല്ലോ. ചിലപ്പോൾ നമ്മൾ വിചാരിക്കും, ഓ മമ്മൂട്ടി വിളിച്ചാൽ വരൂല, ഷാരൂഖ് ഖാൻ ചാൻസ് ഇല്ല, പക്ഷെ വിളിച്ചാലല്ലേ അറിയൂ. അത് ഈ ഇതിന്റെ അപ്രൂവൽ പ്രോസസ്സ് നമുക്ക് ഡൽഹിയിൽ നിന്നൊക്കെ ICT അപ്രൂവൽ പ്രോസസ്സ് നടക്കാം. നമ്മൾ ഡൽഹിയിൽ വെച്ച് നമ്മൾ കാണുവാണ് ഇങ്ങനെ സാർ ഒരു അവിടെ ഒരു ഇനാഗ്രേഷൻ, ഡൽഹിയിലൊരു കോളേജിനെ ഇനാഗ്രേറ്റ് ചെയ്യുന്ന ഒരു സ്ക്രോളിങ് കാണുവാണ് അവിടുത്തെ നാഷണൽ മീഡിയയിൽ, വെറുതെ TV-യിൽ. അപ്പോൾ കയറി നമ്മൾ പോയി അപ്രോച്ച് ചെയ്തു. അപ്പോൾ അവിടെ ഒരു മലയാളിയെ കിട്ടി, അദ്ദേഹം ഹെൽപ്പ് ചെയ്തു. അങ്ങനെ എല്ലായിടത്തും ഉണ്ടല്ലോ ഒരു മലയാളി നമ്മളെ ഹെൽപ്പ് ചെയ്യുന്ന. ഞാൻ ഈ ഷോ ആക്ച്വലി തുടങ്ങിയത് മലയാളികൾക്ക് വേണ്ടിയാണ്. ബിക്കോസ് കുറെ ആൾക്കാരെ എല്ലാവർക്കും പരിചയമുണ്ട്, പക്ഷെ വളരെയധികം ഇൻസ്പയർ ചെയ്യുന്ന കുറെ ആൾക്കാരുണ്ട്. ഒരുപക്ഷെ ലോകം അവരെ അറിഞ്ഞില്ലെങ്കിലും അവരുടെ ഏരിയയിലും അവരുടെ കമ്മ്യൂണിറ്റിയിലും ഇൻഡസ്ട്രിയിലും അവർ പേര് കേട്ടവരായിരിക്കും. പക്ഷെ അവരുടെ കഥകൾ മറ്റുള്ളവരിലും എത്തണം. അതൊരു ഇൻസ്പിറേഷനായി നമ്മൾക്കതൊരു ചേഞ്ചസ് ആ ലൈഫ്സ് അല്ലെ. മനുഷ്യരാണ് ഇൻസ്പയർ ചെയ്യുന്നത്. ഇപ്പൊ താങ്കൾ ജോലി ചെയ്യേണ്ട സമയത്ത് താങ്കൾ ഇൻസ്റ്റെഡ് ഓഫ് വർക്കിംഗ് യു ഡിസൈഡ് ടു ബിൽഡ് അല്ലെ, ക്രിയേറ്റ് ചെയ്യാൻ തീരുമാനിച്ചു, ഇൻസ്പയർ ചെയ്യാൻ തീരുമാനിച്ചു. സോ ഈ കോളേജിൽ വേണ്ടി APJ അബ്ദുൽ കലാം വരുമ്പോൾ അദ്ദേഹം വന്നപ്പോൾ അദ്ദേഹത്തിൽ നിന്നും എനിത്തിങ് ഇൻസ്പയറിംഗ് ദാറ്റ് യു കുഡ് ടേക്ക് അവേ? ഒത്തിരി കാര്യമല്ലേ. കാരണം അബ്ദുൽ കലാം സാറിനെ ആയിട്ട് വളരെ ക്ലോസ് ആയിട്ട് വർക്ക് ചെയ്യാൻ ഞാൻ ഒരു മോർ ദാൻ 10 times എങ്കിലും എനിക്ക് അദ്ദേഹമായിട്ട് ഇൻട്രാക്ട് ചെയ്യാൻ പറ്റിയിട്ടുണ്ട്. എനിക്ക് കൃത്യമായിട്ട് പറഞ്ഞാൽ 11 വട്ടം എനിക്ക് അദ്ദേഹത്തെ മീറ്റ് ചെയ്യാൻ പറ്റിയിട്ടുണ്ട്. 3 വട്ടം ഇൻസ്റ്റിറ്റ്യൂഷൻസിൽ ഞാൻ ഇൻവൈറ്റ് ചെയ്തുകൊണ്ട് അദ്ദേഹം വന്നിട്ടുണ്ട്. അപ്പം എനിക്ക് വളരെ ക്ലോസ് ആയിട്ട് വർക്ക് ചെയ്യാൻ, ഒരു വട്ടം എൻ്റെ ഇൻസ്റ്റിറ്റ്യൂഷനാണെന്ന് ധരിച്ചിട്ട് പോലും അദ്ദേഹം വേറൊരു ഇൻസ്റ്റിറ്റ്യൂഷനിൽ എൻ്റെ സെയിം നെയിമുള്ള വേറൊരു ഇൻസ്റ്റിറ്റ്യൂഷനിൽ അറിയാതെ പോയിട്ട് അവിടെ ഇരുന്ന് ആ സ്റ്റേജിൽ ഇരുന്നിട്ട് അദ്ദേഹം മനസ്സിലാക്കുകയാണ് ഞാനല്ല കാരണം എൻ്റെ സെയിം നെയിമിലാണ്, എൻ്റെ സെയിം അടുത്ത് കോമൺ നെയിമാണ്, സെയിം ചെയർമാൻ. അദ്ദേഹം അവിടെ ഇരുന്നിട്ട് എന്നെ വിളിച്ച് ഞാൻ ഇൻവൈറ്റ് ചെയ്തതാണ്, പക്ഷെ ഇൻവിറ്റേഷൻ അവിടെ നിന്നുണ്ടായിരുന്നു, അതുകൊണ്ട് മാറിപ്പോയി. അങ്ങനെ എന്നെ വിളിച്ച് രാജഭവനിൽ പോയി എന്നെ കണ്ട് അദ്ദേഹം അവസാനമായിട്ട് ആ പ്രാവശ്യമാണ് അവസാനമായിട്ട് എൻ്റെ കോളേജിൽ വന്ന്. അത് കഴിഞ്ഞിട്ടാണ് ഒരു 45 ശേഷം മരിച്ചു. പക്ഷേ ഞാൻ പറഞ്ഞത് എനിക്ക് അദ്ദേഹത്തിൻ്റെ ലൈഫ്, അദ്ദേഹം എനിക്ക് തോന്നുന്നു ഇനി ഇതിന് ശേഷം അങ്ങനെ ഒരാളുണ്ടാവുക എന്ന് എനിക്കറിയത്തില്ല. അത് കാരണം ഇന്ത്യ ഒട്ടാകെ നടന്ന് യാത്ര ചെയ്ത് പിള്ളേരെയൊക്കെ എൻഗേജ് ചെയ്ത് മോട്ടിവേറ്റ് ചെയ്ത്
ഒരുപാട് നന്നായി inspire അതിനുവേണ്ടി ആവുന്നു. വർക്ക് അതെ. ചെയ്തിട്ടുണ്ട്. ഇനി എനിക്ക് ഷംസിനോട് ചോദിക്കാനുള്ള ഒരു കാര്യം എന്ന് പറഞ്ഞാൽ, ഷംസ് അപ്പം കോളേജ് തുടങ്ങാൻ തീരുമാനിച്ചു. അതിന് വലിയതായിട്ടുള്ള ഒരു എക്സ്പീരിയൻസ് മറ്റുള്ള കോളേജസിന്റെ അഡ്മിഷൻ പ്രോസസ്സിൽ സഹായിക്കാനൊക്കെ യു ഹാവ് ഹാഡ്. പക്ഷെ സ്വന്തമായി തുടങ്ങാൻ തീരുമാനിച്ചപ്പം ഷംസ് റിയലൈസ് ചെയ്തൊരു കാര്യമാണ്, ഈ ട്രഡീഷണൽ മോഡൽ ഓഫ് എഡ്യൂക്കേഷൻ അത്ര സാറ്റിസ്ഫാക്ഷൻ നൽകിയില്ല. എന്തുകൊണ്ടാണ് ആ ഒരു ചിന്ത വന്നത്, ആൻഡ് അത് മാറ്റണം എന്നൊരു ആഗ്രഹം വന്നത്? അതായത് ലോകം ഭയങ്കര ഫാസ്റ്റായിട്ടല്ലേ മാറിക്കൊണ്ടിരിക്കുന്നത്. പക്ഷേ എഡ്യൂക്കേഷൻ സിസ്റ്റം നമ്മൾ നോക്കി നോക്കുക, അത് ഒട്ടും മാറിയിട്ടില്ല. ഇപ്പോഴും ഇപ്പോൾ സിനിമ പോലും നമ്മൾ 20 വർഷം മുന്നത്തെ രീതിയിൽ സിനിമ ഇപ്പോൾ മേക്ക് ചെയ്ത് കഴിഞ്ഞാൽ അതെങ്ങനെ ഉണ്ടാവും? ഒരു കാര്യം ഉണ്ടാകത്തില്ല. ബട്ട് എഡ്യൂക്കേഷൻ സിസ്റ്റം ഒട്ടും ചേഞ്ച് ആയിട്ടില്ല. അപ്പോൾ അതുകൊണ്ട് ഉണ്ടാകുന്ന പ്രോബ്ലംസ് കൂടുതലാണ്. What are the problems? അതായത് ഇപ്പം പ്രോബ്ലംസ് എന്ന് പറഞ്ഞാൽ, ഇപ്പോൾ ക്ലാസ് റൂം എഡ്യൂക്കേഷൻ, ഇപ്പോൾ നോർമൽ നടക്കുന്ന എഡ്യൂക്കേഷൻ സിസ്റ്റത്തിൽ അതിൽ ഇപ്പോൾ ഒരു സിസ്റ്റം പറഞ്ഞാൽ, ഇപ്പം നമ്മൾ ഔട്ട്കം എന്ന് പറയുന്നത് ഞാൻ വിശ്വസിക്കുന്നത് സയൻസ് പ്ലസ് ആർട്ട് എന്നുള്ളതാണ്. ഓക്കെ, അപ്പം ട്രഡീഷണൽ സിസ്റ്റത്തിലും എല്ലാ സിസ്റ്റത്തിലും എഡ്യൂക്കേഷൻ നമ്മുടെ ഇവിടെ ഇപ്പോൾ സയൻസ് പോലെയാണ്. ഓക്കെ, സയൻസിൽ ആർട്ട് എന്താണോ അത് അപ്ലൈ ചെയ്യുമ്പോഴാണ് നമുക്കതിൻ്റെ ഔട്ട്കം ശരിക്കും ഉണ്ടാകത്തുള്ളൂ. ഇപ്പോൾ എന്ത് കാര്യത്തിൽ, ഇപ്പോൾ നമ്മൾ ഒരു ആക്ടിങ് എടുക്കാം, നമ്മളിപ്പോൾ തിയറി മാത്രം പഠിച്ചു എന്ന് വിചാരിക്കും. ആ തിയറി മാത്രം പഠിച്ചിട്ട് നമ്മളത് അപ്ലൈ ചെയ്യാതിരുന്നാൽ നമുക്ക് എന്തെങ്കിലും റിസൾട്ട് ഉണ്ടാവും. ഇപ്പോൾ ഞാൻ കുറേ ബിസിനസ് കമ്മ്യൂണിറ്റികളിലും ബിസിനസ് ലേണിംഗ് കമ്മ്യൂണിറ്റികളിലൊക്കെ മെമ്പർ. അപ്പോൾ അവിടെയൊക്കെ സംഭവിക്കുന്ന കാര്യമാണ്, നമ്മൾ തിയറി മാത്രം ലേൺ ചെയ്യും, ബട്ട് അവിടെ അപ്ലൈ ചെയ്യത്തില്ല. അപ്പോൾ ഇവിടെ വേണ്ടത് ശരിക്കും നമ്മൾ കുറച്ചും കൂടിയും പ്രാക്ടിക്കൽ ഓറിയൻറ്റഡ് ആയിട്ടുള്ള എഡ്യൂക്കേഷനാണ്. ഡിഗ്രി അല്ല കാര്യം, അല്ലെങ്കിൽ മാർക്കല്ല കാര്യം എന്നുള്ള ഒരു തിരിച്ചറിവിലുണ്ടാവുന്ന എഡ്യൂക്കേഷനാണ്. അപ്പോൾ ഗവൺമെൻറ് ഒക്കെ നോക്കുന്ന സമയത്ത് ഇങ്ങനെ ഒരു സിസ്റ്റം മാറാൻ ഭയങ്കര ബുദ്ധിമുട്ടാണ്. അപ്പോൾ അതിൽ എഡ്യൂക്കേഷൻ ഇൻസ്റ്റിറ്റ്യൂഷൻസ് അത് കൊണ്ടുവന്നാൽ മാത്രമേ അതിൽ മാറ്റം ഉണ്ടാകത്തുള്ളൂ. അപ്പോൾ അൺഫോർച്ചുനേറ്റ്ലി എഡ്യൂക്കേഷൻ ഇൻസ്റ്റിറ്റ്യൂഷൻസും നമ്മൾ കാണുന്നതെല്ലാം നോർമൽ ആ ഒരു ട്രഡീഷണൽ സിസ്റ്റത്തിലൂടെയാണ് പോയിക്കൊണ്ടിരിക്കുന്നത്. How did you manage to break that? അതായത് അത് സ്വന്തമായിട്ട് ഒരു തിരിച്ചറിവാണ്. അതായത് ഞാൻ നേരത്തെ നമ്മൾ പറഞ്ഞ പോലെ വളരെ ചെറുപ്പത്തിൽ എഡ്യൂക്കേഷൻ ഇൻസ്റ്റിറ്റ്യൂഷൻസ് തുടങ്ങാൻ പറ്റിയത് എൻ്റെ ഒരു ഭാഗ്യമാണ്. പക്ഷേ എനിക്ക് തന്നെ മനസ്സിൽ ഒരു കുറ്റബോധം ഉണ്ടാവാൻ തുടങ്ങി. അതായത് നമ്മളിപ്പം നമ്മുടെ ഇൻസ്റ്റിറ്റ്യൂഷൻസിൽ നിന്നൊക്കെ ഒരു 20-30% ആൾക്കാരൊക്കെ വളരെ നല്ല സക്സസ്ഫുള്ളായിട്ട് പോകുന്നുണ്ട്. പക്ഷേ അതൊരു 80% ആൾക്കാരൊക്കെ സക്സസ്ഫുൾ ആകുമ്പോഴേ നമുക്കതിൽ കാര്യമുള്ളൂ. അതായത് നമുക്കൊരു പ്രൗഡ് ഫീലിംഗ് ഉണ്ടാകത്തുള്ളൂ. അപ്പം അതില്ലാതെ വരുമ്പോൾ, അതായത് അങ്ങനെ കാണാതിരിക്കുമ്പോൾ, നമുക്കിപ്പോൾ പാരൻസ് നമ്മളോട് ഫീസ് അടയ്ക്കുന്നു, പാരൻസും വളരെ അവരുടെ സ്വപ്നമാണ്. സ്റ്റുഡൻസിനേക്കാൾ കൂടുതൽ അവർ സക്സസ്ഫുൾ ആകുന്ന പാരൻസാണ്, അവരാണ് ഫീസ് അടയ്ക്കുന്നതെല്ലാം. അപ്പം നമുക്കതിനൊരു എന്താ പറയുക, അതിനൊരു ജസ്റ്റിഫിക്കേഷൻ കൊടുക്കാൻ പറ്റുന്നില്ലയോ എന്നുള്ള തോന്നൽ ഒരു 10 വർഷം നടത്തുമ്പോൾ നമുക്കുണ്ടാവുമല്ലോ. അപ്പോൾ അങ്ങനെ ഉള്ളൊരു തിരിച്ചറിവാണ് ആക്ച്വലി ഇത് മൊത്തം എങ്ങനെ പൊളിച്ചെഴുതാൻ പറ്റും എന്നുള്ള ഒരു തിങ്കിങ് വന്നത്. പുതിയ എഴുത്ത് എന്തായിരുന്നു യുവർ മെയിൻ ഫോക്കസ്? അതാണ് ആക്ച്വലി മെൻറ്റർ കോളേജ് എന്ന് പറഞ്ഞ് നമ്മൾ സ്റ്റാർട്ട് ചെയ്യാൻ കാരണം. അപ്പം അവിടെ മെൻറ്റർ കോളേജ് അല്ലേ, അപ്പം അതിലൊരു ഇപ്പം ഞാൻ നേരത്തെ പറഞ്ഞൊരു തിരിച്ചറിഞ്ഞ ഭാഗം എന്ന് പറഞ്ഞാൽ, ഈ 10 വർഷം ഇൻസ്റ്റിറ്റ്യൂഷൻ നടത്തി കൊണ്ടുപോകുമ്പോൾ നമ്മൾ ലേൺ ചെയ്യുന്ന ഒരുപാട് കാര്യങ്ങളുണ്ട്. നമ്മൾ ട്രൈ ചെയ്തിട്ടും, ഇത് മലബാർ കോളേജ് നടത്തി വരുന്ന സമയത്താണ്. കോളേജ് അത് കഴിഞ്ഞിട്ട് പിന്നെ 2 എഞ്ചിനീയറിംഗ് കോളേജ്, കൊച്ചിൻ എഞ്ചിനീയറിംഗ് കോളേജ് എന്ന് പറഞ്ഞ് സ്റ്റാർട്ട് ചെയ്തു. അപ്പം അവിടെയൊക്കെ ഒരു ട്രയൽ ആൻഡ് എറർ, കുറേ കാര്യങ്ങൾ നമ്മൾ ട്രൈ ചെയ്യുന്നുണ്ട്, പക്ഷെ അത് നടക്കുന്നില്ല. അപ്പം ഞാൻ ആക്ച്വലി കുറച്ച് ട്രാവൽ ചെയ്തു, കുറച്ച് ഇൻസ്റ്റിറ്റ്യൂഷൻസിനെ പറ്റിയിട്ട്. എന്തോ നിങ്ങൾ ചെയ്തുകൊണ്ടിരുന്ന എന്തോ ഒരു സാധനം ഡിഡ് നോട്ട് ഗിവ് യു സാറ്റിസ്ഫാക്ഷൻ. യെസ്, സാറ്റിസ്ഫാക്ഷൻ അതാണ്. അപ്പം ആദ്യം ഈ മലബാർ കോളേജ് തുടങ്ങിയത് എപ്പോഴാണ്? ഏത് വർഷമാണ്? 2009 മലബാർ കോളേജ് തുടങ്ങി, പിന്നെ കൊച്ചിൻ കോളേജ് ഓഫ് എഞ്ചിനീയറിംഗ് തുടങ്ങി. ഇതിലൊക്കെ നമ്മൾ ചെയ്തുകൊണ്ടിരുന്ന കാര്യങ്ങൾ തന്നെ ചെയ്തു തുടങ്ങി. പക്ഷെ ചെയ്തുകൊണ്ടിരുന്ന പ്രോസസ്സിൽ എവിടെയോ പോരാ. അപ്പോഴാണ് യു ജസ്റ്റ് സെഡ് ട്രാവൽ ചെയ്യാൻ തുടങ്ങി. അപ്പോഴാണ് നമ്മുടെ സ്റ്റാൻഫോർഡ് ട്രാവൽ, എവിടെയൊക്കെ പോയി. അതെ. അപ്പോൾ അങ്ങനെ ഇരിക്കുമ്പോൾ എങ്ങനെയാണ് ഒരു ഗ്രേറ്റ് ഇൻസ്റ്റിറ്റ്യൂഷൻ ബിൽഡ് ചെയ്യുക? കാരണം നോർമലി ആൾക്കാർ ഇൻസ്റ്റിറ്റ്യൂഷൻസ് ബിൽഡ് ചെയ്യുന്ന ഒരു 10-50 വയസ്സ് 60 വയസ്സൊക്കെ കഴിഞ്ഞിട്ടാണ്. എന്ന് വെച്ച് കഴിഞ്ഞാൽ ഗിവിങ് ബാക്ക് ടു ദ കമ്മ്യൂണിറ്റി എന്നുള്ള രീതിയിൽ. അപ്പം ഞാൻ കരുതി എനിക്ക് ആ
പ്രായമൊക്കെ ആകുമ്പോൾ ഒരു വലിയ ഇൻസ്റ്റിറ്റ്യൂഷൻ ബിൽഡായാൽ മതി. ഞാൻ ഇപ്പോൾ തന്നെ ഇതൊക്കെ ഒന്നും ബിൽഡ് ചെയ്തെന്നുള്ള ആഗ്രഹമൊന്നുമില്ല. അപ്പോൾ അതെങ്ങനെ സ്ലോലി നമുക്ക് അതിലേക്ക് എത്താം എന്നുള്ള ഒരു തിങ്കിങ്. അപ്പോൾ ഞാൻ ഇൻസ്റ്റിറ്റ്യൂഷൻസിനെ പറ്റി നമ്മളെപ്പോഴും ബിസിനസ് തുടങ്ങുമ്പോൾ ആദ്യം ക്യാഷ് ഉണ്ടാക്കണം എന്നാണ് ആലോചിക്കത്തുള്ളൂ. അത് ഫ്രാങ്ക്ലി അങ്ങനെയാണല്ലോ. പിന്നെയാണ് നമ്മൾ വിഷൻ, വാല്യൂ അങ്ങനെയൊക്കെയുള്ള കാര്യങ്ങളിലേക്ക് നമ്മളെത്തുക. അപ്പോൾ കുറച്ച് വാല്യൂ കൊടുക്കണം എന്നുള്ള തോന്നലിൽ നിന്നാണ് നമ്മൾ ഇങ്ങനെയുള്ള ട്രാവൽ അങ്ങനെയുള്ള കാര്യം. അങ്ങനെ US ട്രാവൽ ചെയ്യാനുള്ള ഒരു ഓപ്പർച്യൂണിറ്റി കിട്ടി. അവിടെ സ്റ്റാൻഫോർഡ് യൂണിവേഴ്സിറ്റി കണ്ടു. ആക്ച്വലി സിലിക്കൺ വാലി കാണാനാണ് പോയത്. എന്താണ് സിലിക്കൺ വാലി സംഭവിക്കുന്നത് അതൊക്കെ മനസ്സിലാക്കണമെന്നുള്ളതാണ് ടാർഗറ്റ് ഉണ്ടായിരുന്നത്. അവിടെ പോയപ്പോൾ സിലിക്കൺ വാലി എന്ന് പറഞ്ഞ സാധനമൊന്നുമില്ല. എന്താ വെച്ചാൽ നമ്മളിവിടെ ഇൻഫോ പാർക്ക്, ടെക്നോ പാർക്ക് അതൊക്കെ കാണാനാണ് പോകുന്നത്. ഒരു ബോർഡ് ഉണ്ടാവും, അവിടെ പോയാൽ കുറെ കമ്പനി കാണാൻ പറ്റും. ബോർഡ് പോലും ഇല്ല, അതുപോലും ഇല്ല. അപ്പൊ ഞാൻ ഇവിടെ നിന്നാണെങ്കിൽ കേട്ടിട്ടുണ്ട് സിലിക്കൺ വാലി പോയ ആൾക്കാർ ഇങ്ങനെ ഓട്ടോമാറ്റിക് കാറിനെ പറ്റി അതാണ് ഇത് ഡിസ്കസ് ചെയ്യുന്നത്, അങ്ങനെ ഭയങ്കര AI പറ്റി സംസാരിക്കുന്നത്, ഇതൊക്കെ കേട്ടിട്ടുണ്ട് അവിടെ കോഫി ഷോപ്പിൽ പോലും ഇങ്ങനെ. പക്ഷെ ഞാൻ പോയിട്ട് അവിടെ അങ്ങനെയൊന്നും. അപ്പം അങ്ങനെ നമ്മൾ സെർച്ച് ചെയ്യാം. അപ്പം അങ്ങനെ അവിടെ നമ്മൾ അറിയാവുന്ന, പിന്നെ ഞാൻ 1983 പ്രൊഡ്യൂസർ ആയതുകൊണ്ട് എനിക്ക് കുറെ മലയാളികളിലേക്ക് എത്താൻ കുറച്ച് ഈസി ആയിരുന്നു. അപ്പോൾ അവിടെയുള്ള കുറച്ച് ഫ്രണ്ട്സിനെ ഒക്കെ കണ്ടപ്പം കുറേ കമ്പനി, ഇപ്പോൾ ഫേസ്ബുക്ക്, ഗൂഗിൾ എല്ലായിടത്തും എനിക്ക് വിസിറ്റ് ചെയ്യാൻ പറ്റി. എല്ലാ ആക്സസിലും ഹെഡ്ക്വാർട്ടേഴ്സ് സുന്ദർ പിച്ചയുള്ള റൂമിൻ്റെ അടുത്തേക്കും അതേപോലെ മാർക്ക് സുക്കൻബർഗ് ഇരിക്കുന്ന റൂമിൻ്റെ അടുത്തേക്കൊക്കെ നമുക്ക് സൈഡിൽ കൂടെ ഒക്കെ നമുക്ക് എത്താൻ പറ്റി. ഓക്കെ. അപ്പോൾ അതിനെപ്പറ്റിയൊക്കെ പഠിച്ചപ്പോൾ എനിക്ക് മനസ്സിലായ ഒരു കാര്യം, അവിടെ സ്റ്റാൻഫോർഡ് യൂണിവേഴ്സിറ്റി, ആ സ്റ്റാൻഫോർഡ് യൂണിവേഴ്സിറ്റിയാണ് സിലിക്കൺ വാലി എന്ന് പറയുന്ന എക്കോസിസ്റ്റം ഉണ്ടാക്കിയത്. അത് ശരിക്കും എന്നെ ഭയങ്കരമായിട്ട് ഇൻസ്പയർ ചെയ്തു. അപ്പോൾ അവിടെ ഒരു സ്കോപ്പ് ഉണ്ടെന്ന് മനസ്സിലായി. ഓക്കെ, അതെ. അപ്പോൾ അവിടെയും രസമുണ്ട്, അവിടെയും ഒരു ഇന്ത്യനുണ്ട്, മലയാളി ഇല്ലെങ്കിലും. അതായത് രാജീവ് മോട്ട്വാനി എന്ന് പറയുന്ന ഒരു പ്രൊഫസറുണ്ട്. അപ്പോൾ ആ പ്രൊഫസറാണ് ആക്ച്വലി ഗൂഗിളിനെ പോലും മെൻറ്റർ ചെയ്തിട്ടുള്ളത്. അദ്ദേഹത്തിൻ്റെ വിക്കിപീഡിയ എടുത്ത് നോക്കിയാൽ കാണാൻ പറ്റും. അദ്ദേഹം മരിച്ചുപോയി. ബട്ട് അവിടെ ഉണ്ടായ സിസ്റ്റം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ, ഈ സ്റ്റാൻഫോർഡ് യൂണിവേഴ്സിറ്റിയിലെ സ്റ്റുഡൻസ് പ്രൊജക്ട്സ് ചെയ്യും. അപ്പോൾ ആ പ്രൊജക്റ്റുകൾ നമ്മുടെ കോളേജിലും നമ്മുടെ നാട്ടിലും പിള്ളേർ പ്രൊജക്റ്റ് ചെയ്യാറുണ്ട്, അത് പുറത്തുനിന്ന്. അപ്പോൾ അവിടുത്തെ പ്രൊജക്ട്സ്, അവിടുത്തെ പ്രൊഫസേഴ്സ് റിയൽ റിസർച്ച് പ്രൊജക്റ്റുകളെ കൊമേഴ്ഷ്യലായിട്ട് എങ്ങനെ വേൾഡിനെ ഹെൽപ്പ് ചെയ്യുന്ന ഇതാണ്. ആക്ച്വലി പ്രോജക്ട്സ് എന്താണ്, ഒരു പ്രോബ്ലം ഉണ്ടെങ്കിൽ ആ പ്രോബ്ലത്തിന് സൊല്യൂഷൻ കണ്ടെത്തുന്നു. ജീവിതം തന്നെ അതാണ്. അതെ അതെ, അത് തന്നെയാണ്. എല്ലായിടത്തും പ്രോബ്ലത്തിന് സൊല്യൂഷനാണ്. പക്ഷെ അത് വേൾഡിലെ പ്രോബ്ലംസിന് എങ്ങനെ ബെറ്റർ സൊല്യൂഷൻസ് ഉണ്ടാക്കാം, അതിനെങ്ങനെ കൊമേഴ്ഷ്യൽ സൈഡും കൂടി കണ്ടെത്താൻ നോക്കി. അപ്പോൾ അതിന് അവിടുത്തെ പ്രൊഫസേഴ്സ് അവരെ മെൻറ്റർ ചെയ്തു. ഈ സ്റ്റുഡൻസിനെ മെൻറ്റർ ചെയ്തു, അവരെ കമ്പനി ഫൗണ്ട് ചെയ്യാനും ആ പ്രോബ്ലത്തിന് സൊല്യൂഷൻ ഉണ്ടാക്കി അതിനെ കൊമേഴ്ഷ്യലൈസ് ചെയ്യുന്നു. അങ്ങനെ മെൻറ്റർ ചെയ്തപ്പോൾ അതിന് കുറച്ച് ഫണ്ട് ആവശ്യമുണ്ട്. അപ്പോൾ അവിടെ കുറേ ഏഞ്ചൽ ഇൻവെസ്റ്റേഴ്സ് അവരെ ഫണ്ട് ചെയ്യാനെത്തി. ഓക്കെ. അപ്പോൾ ഇങ്ങനെ ഈ കമ്പനികൾ സക്സസ്ഫുൾ ആവാൻ തുടങ്ങി. അങ്ങനെ ഡെവലപ്പ് ചെയ്തതാണ് സിലിക്കൺ വാലി. അവിടുത്തെ ഇൻവെസ്റ്റേഴ്സിന് എമൗണ്ട് കിട്ടി, പ്രൊഫസേഴ്സിന് അതിൻ്റെ ഷെയർ കിട്ടി, സ്റ്റാൻഫോർഡ് യൂണിവേഴ്സിറ്റിക്ക് അതിൻ്റെ സ്റ്റേക്ക് കിട്ടി. ആ ഫൗണ്ടേഴ്സിന് എക്സിറ്റ് കിട്ടുമ്പോൾ അവർക്ക് എമൗണ്ട് കിട്ടി. അവർ വീണ്ടും റീഇൻവെസ്റ്റ് ചെയ്യാൻ തുടങ്ങി, ഈ പ്രൊഫസേഴ്സും ഇൻവെസ്റ്റ് ചെയ്യാൻ തുടങ്ങി, ഏഞ്ചൽ. അപ്പോൾ ഈ എക്കോസിസ്റ്റം അങ്ങ് വലുതായി. പെർഫെക്റ്റ് മൈൻഡ് സെറ്റാണ്. ഈ സിലിക്കൺ വാലി നിൽക്കുന്നത് ഈ പറയുന്ന സ്റ്റേക്ക് ഹോൾഡേഴ്സിൻ്റെ മൈൻഡ് സെറ്റിലാണ്. അപ്പോൾ അത് ഞാൻ ചിന്തിച്ചു, ഇതെന്തുകൊണ്ട് നമുക്ക് ഇന്ത്യയിൽ ചെയ്തുകൂടാ, എന്തുകൊണ്ട് ഇവിടുത്തെ ഇൻസ്റ്റിറ്റ്യൂഷൻസിന് പോലും അത് ചെയ്തുകൂടാ. ആ ഒരു മൈൻഡ് സെറ്റ് കൊണ്ട് അത് കുറച്ച് വർഷങ്ങളെടുക്കും. ഇപ്പം നമുക്ക് ഇന്ന് ചിന്തിച്ചാൽ ചിലപ്പോൾ ഇന്ന് ചെയ്യാൻ പറ്റത്തില്ലായിരിക്കും. അങ്ങനെയാണ് എനിക്ക് മെൻറ്റർ എന്നുള്ള നെയിം പോലും, ആ മെൻറ്ററിങ് ആണ് വേണ്ടത്. ആ മെൻറ്റർ ചെയ്തുകൊണ്ട് നമുക്ക് എങ്ങനെ സ്റ്റുഡൻസിനെ, കാരണം കുറച്ച് പേര് സക്സസ്ഫുൾ ആയ ആ സിസ്റ്റം റിപ്പീറ്റഡ് ആവും, പിള്ളേരുടെ കോൺഫിഡൻസ് ഉണ്ടാവും. അപ്പോൾ your dream is to create a pool of individuals who are being mentored into becoming founders and business owners. അവരുടെ സ്വന്തമായിട്ട് ആ ഒരു ഇക്കോസിസ്റ്റം ഇവിടെ ക്രിയേറ്റ് ചെയ്യുക ത്രൂ എഡ്യൂക്കേറ്റിംഗ് them in your college. അല്ലേ?
ഇത് അഗൈൻ ഇത് നടന്നപ്പം യു മസ്റ്റ് ബി 29-30 അല്ല ഇത് നടന്നപ്പോൾ ഒരു 35 mid-30s അല്ലേ? പക്ഷെ ഇതിന് മുമ്പ് നമ്മൾ സ്കിപ്പ് ചെയ്ത് പോയൊരു ഏരിയ ഉണ്ട്. ലൈക്ക് യു സെഡ് യു ആർ എ ഫിലിം പ്രൊഡ്യൂസർ. അതും സാധാരണ ഫിലിംസ് അല്ല. ആദ്യത്തെ സിനിമ മുതൽ മലയാളികൾ നെഞ്ചിലേറ്റിയ കുറച്ച് സിനിമകളാണ് അല്ലേ? 1983 ആണെങ്കിലും ക്വീൻ ആണെങ്കിലും കാണെ ആണെങ്കിലും എല്ലാം നല്ല സിനിമകൾ, ഇൻവെസ്റ്റ്മെന്റ് ഉള്ള സിനിമകൾ, കാശുണ്ടാക്കിയ സിനിമകൾ അല്ലേ? അപ്പൊ അങ്ങനെ ഒരു സിനിമ പ്രൊഡ്യൂസർ ആയ ഒരാള് ഇത്രയും ബുദ്ധിമുട്ടി എന്തിനാണ് എഡ്യൂക്കേഷനിലേക്ക് ഇറങ്ങുന്നത് എന്നൊരു ചോദ്യം ഉണ്ട് അവിടെ. അപ്പം എന്തുകൊണ്ട് സിനിമ തന്നെ ആ ജീവിതം മാത്രം തിരഞ്ഞെടുത്തില്ല? സിനിമ ആക്ച്വലി സിനിമ ഞാൻ നേരത്തെ പറഞ്ഞില്ലേ, എന്നെ ഒരു കോർ പർപ്പസ് എന്ന് പറയുന്നത് ഞാൻ കരുതുന്നത് ടു ഇൻസ്പയർ പീപ്പിൾ എന്നുള്ളതാണ്. അപ്പം സിനിമ ആക്ച്വലി സിനിമയിലേക്ക് വന്നത് ഞാൻ ഇതിൻ്റെ ഒരു ഭാഗമായിട്ട് ഇപ്പോൾ എഡ്യൂക്കേഷൻ ഇൻസ്റ്റിറ്റ്യൂഷൻ ഞാൻ കാണുന്നതിൻ്റെ ഒരു ഇതുപോലെ തന്നെ ചെറുപ്പത്തിൽ എന്നെ മൂവീസ് ഇൻസ്പയർ ചെയ്തിട്ടുണ്ട്. ഇപ്പം ഞാൻ നേരത്തെ പറഞ്ഞ പോലെ തൃശ്ശൂർ ബിസിനസ്സുകാരെ പോലെ തന്നെ മൂവീസിലെ സ്റ്റാറുകളും നമ്മളെ ആക്ച്വലി മോട്ടിവേറ്റ് ചെയ്തിട്ടുണ്ട്, ഒരുപാട് മോട്ടിവേറ്റ് ചെയ്തിട്ടുണ്ട്. അപ്പം നമ്മൾ അങ്ങനെ മോട്ടിവേറ്റ് ചെയ്യുന്ന പടങ്ങൾ. അപ്പം എനിക്കൊരു കാര്യം അറിയാമായിരുന്നു, ആൾക്കാരുടെ ഉന്നമനത്തിന് വേണ്ടിയിട്ട് എന്തായാലും സിനിമ ഹെൽപ്പ് ചെയ്യും. ഓക്കെ, നമുക്കതുപോലുള്ള സിനിമകൾ കൊടുക്കാൻ പറ്റും. കാരണം മാസ് ഇതിന് മുന്നിൽ, കാരണം 2 മണിക്കൂർ തിയേറ്റർ വന്നിരിക്കുകയാണ്, ഇത് മാത്രം ഫോണും എല്ലാം മാറ്റി വെച്ചുകൊണ്ടിരിക്കുകയാണ്. അപ്പോൾ അതിൽ റൈറ്റ് മെസ്സേജസ് കൊടുക്കാൻ പറ്റിയാൽ അത് മനുഷ്യൻ്റെ ഉന്നമനത്തിന് എന്തായാലും ഹെൽപ്പ് ചെയ്യും. അപ്പോൾ അതുകൊണ്ട് അതുപോലുള്ള സിനിമകൾ ജീവിതത്തിൽ എപ്പോഴെങ്കിലും സക്സസ്ഫുൾ ആയിട്ടൊക്കെ ചെയ്യണമെന്നാണ് ഞാൻ ആഗ്രഹിച്ചിട്ടുള്ളൂ. ആക്ച്വലി ആ സമയത്ത് ചെയ്യണമെന്ന് ഞാൻ ഒരിക്കലും 27 വയസ്സിൽ സിനിമ പ്രൊഡ്യൂസ് ചെയ്യാൻ ഞാൻ ചിന്തിച്ചിട്ട് പോലും ഇല്ല. അതെ, പക്ഷേ എന്നെ അതുപോലെ എന്താ പറയുക പ്രൊവോക്ക് ചെയ്യുന്ന ഒരു സ്റ്റോറി ആയിരുന്നു 1983 സ്റ്റോറി. അത് കുറെ പേര് റിജക്ട് ചെയ്തൊരു സ്ക്രിപ്റ്റ് കൂടിയായിരുന്നു ഞാൻ കേട്ടു അല്ലേ? ഫൈനലി കറങ്ങി തിരിഞ്ഞ് ഇവിടെ റിയലി മോട്ടിവേറ്റഡ് യു. അങ്ങനെ ആ സ്റ്റോറിയാണ് എന്നെ ആക്ച്വലി മോട്ടിവേറ്റ് ചെയ്തത് അങ്ങനെ ഒരു ഫിലിം പ്രൊഡ്യൂസ് ചെയ്യുക. ആ പ്രായത്തിൽ അങ്ങനെ ഒരു റിസ്ക് എടുത്തൊരു മൂവി പ്രൊഡ്യൂസ് ചെയ്യാൻ വേണ്ടിയിട്ട്. അതുമാത്രമല്ല, മൂവി ആക്ച്വലി എടുത്ത് പ്രൊഡ്യൂസ് ചെയ്തതിന് ശേഷം, മൂവി ആയതിനു ശേഷം പോലും കുറെ ആൾക്കാർ റിജക്ട് ചെയ്തു. അത് പടം കണ്ടിട്ട് റിജക്ട് ചെയ്തു. അതാണ് ക്വീനും അതുപോലെ തന്നെ റിസ്കി ആയിരുന്നു. ബിക്കോസ് ഒട്ടും അധികം പബ്ലിസിറ്റി ഇല്ലാതെ ഇറങ്ങിയ ഒരു സിനിമയാണ്. പക്ഷെ ആ സിനിമയുടെ മികവ് കാരണം ഞാൻ വരെ നോട്ടീസ് ചെയ്തു. സാനിയ അയ്യപ്പൻ ആ പടവും ആക്ച്വലി മാർക്കറ്റ് ചെയ്തിട്ടുണ്ട്. ആ ഏരിയകളിൽ ഞങ്ങൾ നന്നായി മാർക്കറ്റ് ചെയ്തിട്ടുണ്ട്. കോളേജുകൾക്കിടയിൽ നന്നായി മാർക്കറ്റ് ചെയ്തിട്ടുണ്ട്. നല്ല പ്ലാൻ ചെയ്ത് തന്നെ മാർക്കറ്റ് ചെയ്തിട്ടുണ്ട്. പക്ഷേ അതും ഒരു കോൺഫിഡൻസ് ആണ്. ഇതേപോലെ അതും തിയേറ്ററിൽ ഇറങ്ങിയിട്ടാണ് ജനം അംഗീകരിച്ചത് ഫിലിം. അതെ, അപ്പം ഈ സിനിമയെ നിങ്ങളുടെ ഒരു പേർപ്പസിന് വേണ്ടി ഉപയോഗിച്ച് ആൾക്കാരെ ഇൻസ്പയർ ചെയ്യുക എന്നതിലൂടെ ഐ തിങ്ക് യു ഡെഫിനറ്റ്ലി ഷോഡ് അസ് ദാറ്റ് ഓക്കെ, നമുക്ക് സിനിമ എന്ന മേഖലയെയും ഈ പേർപ്പസിന് യൂസ് ചെയ്യാം. ഇനി മുന്നോട്ടും അത് തുടരുമല്ലോ ഒരു സൈഡിൽ കൂടെ. ബട്ട് ദെൻ നൗ വി ഹാവ് ടു കം ടു ദ ഹാർഡ്ഷിപ്സ്. ഓക്കെ, ആദ്യത്തെ കോളേജ് തുടങ്ങി, ഓൾമോസ്റ്റ് ഒരു 10 വർഷം നടത്തി, അതിനുള്ള ഒരു സാറ്റിസ്ഫാക്ഷൻ ലഭിച്ചില്ല. അതിനെക്കുറിച്ച് കൂടുതൽ അറിയാൻ, റിസർച്ച് ചെയ്യാൻ US പോയി, സിലിക്കോൺ വാലി കണ്ടു, സ്റ്റാൻഫോർഡ് യൂണിവേഴ്സിറ്റിനെ കുറിച്ച് അറിഞ്ഞു, അവിടുത്തെ ഈ മെൻറ്റോർഷിപ്പിനെ കുറിച്ച് കേട്ടു. അപ്പം ഇതൊക്കെ ഇൻസ്പിറേഷനായി തിരിച്ചെത്തി വീണ്ടും ഒരു കോളേജ് തുടങ്ങാൻ തീരുമാനിച്ചു. അങ്ങനെ തുടങ്ങിയതാണ് നമ്മുടെ മെൻറ്റർ കോളേജ്. ദിസ് ഈസ് ഇൻ ഇത് കോളേജ് സ്റ്റാർട്ട് ചെയ്യുന്ന 2023 തിരിച്ചെത്തിയിട്ട് ആക്ച്വലി വേറെ പണി കിട്ടിയിട്ടുണ്ട്. അല്ലല്ല, പണി കിട്ടിയിട്ടുണ്ട്. അതായത് തിരിച്ചെത്തിയിട്ട് ആക്ച്വലി തീരുമാനിച്ച കാര്യം എന്ന് പറഞ്ഞാൽ ഉള്ള കോളേജ് നിർത്താനാണ്. ഓക്കെ, അതാണ് ഒരു ബോൾഡ് ഡിസിഷൻ എന്ന് ഞാൻ എപ്പോഴും പറയുന്നത് എൻ്റെ ഫ്രണ്ട്സിനോടും എല്ലാവരോടും. ഞാൻ എടുത്ത ഡിസിഷൻസിൽ ലൈഫിൽ കുറേ ഫെയിലിയറുകൾ പറ്റിയിട്ടുണ്ട്, കുറേ മിസ്റ്റേക്സ് പറ്റിയിട്ടുണ്ട്, കുറേ അതായത് നമ്മൾ ചിലപ്പോൾ ചെയ്യുന്ന പോലെ ഇരിക്കില്ല നമുക്ക് തിരിച്ചു കിട്ടുന്ന കാര്യങ്ങൾ. അപ്പം ഇങ്ങനെ ഒരു ഡിസിഷൻ എടുത്തതിൽ എനിക്ക് 2 കാര്യങ്ങൾ ചെയ്യാമായിരുന്നു. ഒന്ന്, ഒരു എഞ്ചിനീയറിംഗ് കോളേജ് നടത്തിക്കൊണ്ടിരിക്കുന്ന സമയത്ത് 2 എഞ്ചിനീയറിംഗ് കോളേജ് ഉണ്ടായിരുന്നു. നടത്തിക്കൊണ്ടിരിക്കുന്ന സമയത്ത് എന്താണോ ഡിമാൻഡ് വരുന്നത്, നോർമലി ഉള്ള 99% കോളേജുകളും ചെയ്യുന്ന കാര്യം എന്ന് പറഞ്ഞാൽ എന്താണോ ഇപ്പോൾ അടുത്ത ഡിമാൻഡ് ആ കോഴ്സ് എടുത്തു വയ്ക്കും. സ്റ്റുഡൻസ് ട്രെൻഡ് എന്ന് പറഞ്ഞ് ഡിഗ്രി മതിയല്ലോ, അപ്പോൾ ട്രെൻഡ് എന്ന് പറഞ്ഞാൽ ആ കോഴ്സിൽ പോയി ജോയിൻ ചെയ്യും. ഈ ട്രെൻഡ് മാറുമ്പോൾ അടുത്ത പുതിയ ട്രെൻഡാണെന്തോ വരുന്നത്, ആ ട്രെൻഡ് എടുത്ത് വയ്ക്കും, അപ്പോൾ ആ കോഴ്സ് പഠിക്കും. ഇതാണ് ഒരു ഈസി സൈക്കിൾ. അതായത് നമുക്ക് ക്യാഷ് ഉണ്ടാക്കിയിട്ട് ഇങ്ങനെ പോവാം, തലവേദനയൊന്നുമില്ല. അപ്പം ഞാൻ അവിടെ ചിന്തിച്ച ഒരു കാര്യമാണ്, ഞാൻ അങ്ങനെ പോകണോ അതോ ഒരു 100 ഇയർ ഇൻസ്റ്റിറ്റ്യൂഷൻ ബിൽഡ് ചെയ്യണോ?
അതായത് ഇപ്പോൾ സ്റ്റാൻഫോർഡും ഹാർവാർഡൊക്കെ ആരാ ബിൽഡ് ചെയ്യുമെന്ന് നമുക്കറിയില്ല, നമ്മൾ ഉള്ളിൽ പോയെന്ന് നോക്കുക. പക്ഷേ ഇത്രയും ഒരു 300 years ബാക്കിലുള്ള കമ്പനി ഏതാണെന്ന് ചോദിച്ചാൽ നമുക്കറിയില്ല. പക്ഷേ സ്റ്റാൻഫോർഡും ഹാർവാർഡൊക്കെ അത്രയും വർഷങ്ങൾക്ക് മുന്നേ ബിൽഡ് ചെയ്തൊരു ഇൻസ്റ്റിറ്റ്യൂഷനാണ്, പക്ഷെ ഇപ്പോൾ അത് ഭയങ്കരമായിട്ട് നിൽക്കുന്നു. അപ്പോൾ അതുപോലൊരു ഇൻസ്റ്റിറ്റ്യൂഷൻ ബിൽഡ് ചെയ്ത് വരണോ എന്നുള്ളൊരു ചിന്ത മനസ്സിലുണ്ടായി. അപ്പോൾ അതുകൊണ്ട് അന്ന് മനസ്സിലാക്കി എനിക്ക് ഇങ്ങനെ ഇൻസ്റ്റിറ്റ്യൂഷൻ നടത്തിയിട്ട് കാര്യമില്ല. അപ്പോൾ അതുകൊണ്ട് ആർക്കൊക്കെ വേണ്ടി എന്തോ തിളയ്ക്കുന്ന സാമ്പാർ ഞാനത് നോട്ട് ചെയ്തു. എന്തിനോ വേണ്ടി തിളയ്ക്കുന്നത്. അപ്പൊ ആ സാമ്പാർ അങ്ങ് ഓഫ് ചെയ്ത് അപ്പോൾ ഓഫ് ചെയ്യുമ്പോൾ കുറെ പ്രശ്നങ്ങളൊക്കെ എന്തൊക്കെയായിരുന്നു ആ പ്രശ്നങ്ങൾ? ഉണ്ടായിട്ട് അയ്യോ അത് ഭയങ്കര മെന്റൽ ഭയങ്കര, അതായത് നമ്മൾ പ്രതീക്ഷിക്കുന്ന പോലെ അല്ല കുറെ കാര്യങ്ങൾ വന്നത്. അതായത് നമ്മൾ ആദ്യം ഉള്ള ടീമിനെ എടുക്കാൻ കോൺഫിഡൻസിൽ എടുക്കാൻ നോക്കി, പക്ഷെ അത് പറ്റിയില്ല. അപ്പോൾ അവർ കുറേ പിള്ളേരെ വേറെ കോളേജ് കൊണ്ടുപോയി. അങ്ങനെയൊക്കെ കുറേ പ്രശ്നങ്ങൾ. അപ്പം തുടരെ നിർത്തേണ്ടി വന്നു. വേറെ കുറേ സെറ്റ് അപ്പം ഉണ്ടായിരുന്ന വളരെ പ്രോഫിറ്റിൽ പോയ ഇൻസ്റ്റിറ്റ്യൂഷൻ ഞാൻ സെയിൽ ചെയ്യേണ്ടി വന്നു. കാരണം ഒരെണ്ണം മെയിൻറ്റെയിൻ ചെയ്യാൻ വേണ്ടിയിട്ട് ഒരെണ്ണം സെയിൽ ചെയ്യേണ്ടി വന്നു. അങ്ങനെയാണ് മലബാർ കോളേജ് അല്ല, മലപ്പുറത്ത് എനിക്ക് വേറെ കോളേജ്, കൊച്ചിൻ കോളേജ്. അപ്പോൾ അത് വളരെ നിസ്സാര വില. രണ്ടും ഒരെണ്ണം കൊച്ചി ഇൻസ്റ്റിറ്റ്യൂട്ട് ഓഫ് സയൻസ് ആൻഡ് ടെക്നോളജി, ഒരെണ്ണം കൊച്ചിൻ കോളേജ് ഓഫ് എഞ്ചിനീയറിംഗ്. കൊച്ചിൻ കോളേജ് ഓഫ് എഞ്ചിനീയറിംഗ് മലപ്പുറത്തുള്ളത് ഞാൻ സെയിൽ ചെയ്യേണ്ടി വന്നു. ഇവിടുത്തെ ചെറിയ പ്രോബ്ലംസ്, വളരെ നഷ്ടത്തിൽ സെല് ചെയ്യേണ്ടി വന്നു. നല്ല അത്യാവശ്യം നല്ല, കാരണം ആ എമൗണ്ട് വെച്ചിട്ടാണ് വേറെ ഇൻസ്റ്റിറ്റ്യൂഷൻ പോയിക്കൊണ്ടിരുന്നത്. അപ്പോൾ അങ്ങനെയൊക്കെ കുറേ സ്ട്രഗിൾസ് ആ സമയത്ത്. നമ്മുടെ കോവിഡ് നടക്കുന്ന ഒരു സമയം. അത് കഴിഞ്ഞിട്ട് ഞാൻ ആക്ച്വലി ഈ പുതിയ ഇൻസ്റ്റിറ്റ്യൂഷൻ പുതിയ രീതിയിൽ അപ്ലൈ ചെയ്ത് ACT അപ്ലൈ ചെയ്തു. അന്ന് എന്ന് പറഞ്ഞത് അന്ന് ഞാൻ ഈ സിലിക്കൺ വാലി ഒക്കെ പോയതുകൊണ്ട് US ഒക്കെ ട്രാവൽ ചെയ്തുകൊണ്ടും എനിക്ക് AI പറ്റിയൊക്കെ അറിയായിരുന്നു, AI വരുന്ന കാര്യങ്ങളൊക്കെ അറിയായിരുന്നു. അപ്പോൾ അതുകൊണ്ട് AI ആണ് ഫ്യൂച്ചർ എന്ന് എനിക്ക് 2018-19 ടൈമിൽ തന്നെ അറിയാമായിരുന്നു. അപ്പോൾ അന്ന് ഞാൻ ഫസ്റ്റ് തന്നെ ചെയ്ത കാര്യം പുതിയ മെൻഡർ കോളേജിൽ ഒരു കാര്യം ചെയ്തത്, ഒന്ന് കമ്പ്യൂട്ടർ സയൻസ് സ്പെഷ്യലൈസ്ഡ് ആക്കി. കമ്പ്യൂട്ടർ സയൻസ് മാത്രം. അതായത് ഞാൻ നോക്കുമ്പോൾ എൻ്റെ കോളേജിൽ പല കോഴ്സുകളുണ്ട്, മെക്കാനിക്കലുണ്ട്, സിവിലുണ്ട്, ഇലക്ട്രിക്കൽ. കഴിയുന്ന എല്ലാ ആൾക്കാരും പ്ലേസ്ഡ് ആവുന്നത് സോഫ്റ്റ്വെയർ എഞ്ചിനീയർ ആയിട്ട് തന്നെയാണ്. 80% ആൾക്കാരും പോകുന്നു. പിന്നെ എന്തിനാണ് ബാക്കിയുള്ള ഡിപ്പാർട്ട്മെൻറ്റുകൾ നടത്തുന്നത്? അതൊരു ഫസ്റ്റ് ക്വസ്റ്റൻ ആയിരുന്നു. അപ്പോൾ ഒപ്റ്റിമൈസ്ഡ് ആക്കി പോകണമെന്നുണ്ടെങ്കിൽ നമ്മൾ ഞാൻ ചിന്തിക്കുന്ന ഒരു ലെവലിൽ ഇൻസ്റ്റിറ്റ്യൂഷൻ ബിൽഡ് ചെയ്ത് പോകണമെങ്കിൽ കുറച്ച് പിള്ളേരെ കിട്ടത്തുള്ളൂ ആദ്യം മുതൽ. കാരണം സ്മാർട്ടായിട്ടുള്ള പിള്ളേരെ എടുത്താൽ എപ്പോഴും നമ്മളൊരു ക്വാളിറ്റി പ്രൊഡക്റ്റ് ബിൽഡ് ചെയ്യണമെങ്കിൽ റോ മെറ്റീരിയൽ നല്ലതാണെങ്കിൽ മാത്രമേ പ്രൊഡക്റ്റ് നല്ല ബിൽഡ് ആവത്തുള്ളൂ. അപ്പോൾ നല്ല പൊട്ടൻഷ്യലുള്ള സ്റ്റുഡൻസിനെ കിട്ടിയാൽ മാത്രമേ ഞാൻ ഈ പറയുന്ന സിലിക്കൺ വാലി ബിൽഡ് ചെയ്യാനോ അല്ലെങ്കിൽ സ്റ്റാൻഫോർഡ് യൂണിവേഴ്സിറ്റി ബിൽഡ് ചെയ്യാനൊക്കെ പറ്റത്തുള്ളൂ. കാരണം എങ്കിൽ മാത്രമേ റിസൾട്ട് ഉണ്ടാവുള്ളൂ. കാരണം ഞാൻ വേറെ ഇപ്പോൾ ഒരു കാര്യം പറഞ്ഞാൽ, സ്റ്റാൻഫോർഡ് യൂണിവേഴ്സിറ്റി, ഹാർവാർഡ് യൂണിവേഴ്സിറ്റി ഒക്കെ നോട്ടീസ് ചെയ്തപ്പോൾ വേറൊരു കാര്യം, ഗ്രേറ്റ് ഇൻസ്റ്റിറ്റ്യൂഷൻസ് ബിൽഡ് ആവുന്നതിനെ പറ്റി പഠിച്ചപ്പോൾ അടുത്തൊരു കാര്യം മനസ്സിലാക്കിയത്, അലുമിനി ആണ് ഒരു ഇൻസ്റ്റിറ്റ്യൂഷൻ്റെ അലുമിനി ആണ് ആ ഇൻസ്റ്റിറ്റ്യൂഷനെ വലുതാക്കുന്നത്. അപ്പം കാരണം ഇപ്പോൾ IIM, IIT അല്ലെങ്കിൽ സ്റ്റാൻഫോർഡ്, അവിടെയൊക്കെ സ്റ്റുഡൻസ് അഡ്മിഷൻ എടുക്കുന്നതിൻ്റെ ഒരു റീസൺ എന്ന് പറയുന്നത് അവിടുത്തെ അലുമിനിയിൽ മെമ്പർ ആവുക എന്നുള്ള കൂടിയാണ്. ഒരു ക്ലബ് സിസ്റ്റം പോലെയാണത്. അപ്പോൾ അലുമിനിയിൽ മെമ്പർ ആവുമ്പോൾ അവർക്ക് കിട്ടുന്ന ഒരു അഡ്വാൻറ്റേജ് എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ അവർക്കൊരു കരിയർ ചേഞ്ച് വേണം, അല്ലെങ്കിൽ അവർക്കൊരു സ്റ്റാർട്ടപ്പ് ബിൽഡ് ചെയ്യണം, അതിന് ഫണ്ട് വേണം. ഇങ്ങനെയുള്ള കാര്യങ്ങൾക്കൊക്കെ ആ അലുമിനി നെറ്റ്വർക്ക് അവരെ ഹെൽപ്പ് ചെയ്യും. അപ്പോൾ അവരെല്ലാ വർഷവും അലുമിനി മീറ്റിലൊക്കെ വരും. ആ ഒരു കണക്ഷൻ എപ്പോഴും മെയിൻറ്റെയിൻ ചെയ്യും. അപ്പോൾ വേൾഡിൽ അത്രയും സക്സസ്ഫുൾ ആയിട്ടുള്ള ആൾക്കാർ അലുമിനിയിൽ ഉണ്ടെങ്കിൽ മാത്രമേ അലുമിനിക്ക് സ്ട്രെങ്ത് ഉള്ളൂ. അപ്പോൾ എൻ്റെ ഫസ്റ്റ് മെൻഡർ കോളേജിൻ്റെ ഫസ്റ്റ് കാര്യം എന്ന് പറയുന്നത് അതുപോലുള്ളൊരു അലുമിനി ബിൽഡ് ചെയ്യണമെന്നുള്ളതാണ്. അപ്പോൾ അലുമിനി ബിൽഡ് ചെയ്യണമെങ്കിൽ അതുപോലുള്ള സക്സസ്ഫുൾ ആയിട്ടുള്ള സ്റ്റുഡൻസ് വേണം. അതുപോലെ സക്സസ്ഫുൾ ആയിട്ടുള്ള ആൾക്കാർ വരണമെന്നുണ്ടെങ്കിൽ അവരെ ട്രാൻസ്ഫോം ചെയ്യണം. അവരെ ട്രാൻസ്ഫോം ചെയ്യണമെന്നുണ്ടെങ്കിൽ അതിനുള്ള പൊട്ടൻഷ്യൽ അവർക്ക് ഉണ്ടാവണം. അപ്പം അതുപോലുള്ള സ്റ്റുഡൻസിനെ എടുക്കണം. അപ്പം അങ്ങനെ എടുക്കണം എന്ന് സെലക്ട് ചെയ്തപ്പോൾ തന്നെ സ്റ്റുഡൻസിനെ കുറച്ചേ കിട്ടത്തുള്ളൂ. ഓക്കെ, ചോദിച്ച ക്വസ്റ്റ്യൻ നിന്നൊക്കെ മാറിപ്പോയി. ഇൻവെസ്റ്റ് ചെയ്യുന്നത് ഇന്നത്തേക്ക് വേണ്ടിയല്ലല്ലോ, യു ആർ ഇൻവെസ്റ്റിംഗ് ഫോർ ദ ഫ്യൂച്ചർ. 100 year ഇൻസ്റ്റിറ്റ്യൂഷന് വേണ്ടിയിട്ടാണ്. അപ്പൊ എനിക്കിപ്പോ കുറച്ച് പേരായാലും കുഴപ്പമൊന്നുമില്ല എന്നുള്ളത്. അതിൽ ഏറ്റവും ടഫ് ആയിട്ടുള്ള കാര്യം എന്തായിരുന്നു? കൺവിൻസിങ് ദ സ്റ്റുഡൻസ് ആണോ കൺവിൻസിങ് ദ പേരൻസ് ആയിരുന്നോ? ഈ സ്റ്റുഡൻസ് വരുമ്പോ ആക്ച്വലി പാരൻസ് ആണ്. കാരണം അവർ ആ ട്രഡീഷണൽ തിങ്കിങ്ങിലാണ്. പിന്നെ ഈ പ്രോബ്ലം ഉണ്ടായിരുന്നു കേട്ടോ, കോവിഡ്. ഇപ്പം നേരത്തെ ചോദിച്ച ക്വസ്റ്റ്യൻ ആ ഇതിൽ ചോദിച്ചു കഴിഞ്ഞാൽ, ഞാൻ 2019 ഇൻസ്റ്റിറ്റ്യൂഷൻ സ്റ്റോപ്പ് ചെയ്ത് 2020 ഈ പുതിയ കോഴ്സുകൾ വെച്ചിട്ട് സ്റ്റാർട്ട് ചെയ്യാനാണ് ഇരുന്നത്. ആക്ച്വലി 2019 തന്നെ നമ്മൾ മെൻഡർ കോളേജ് എന്നുകൊണ്ട് അപ്ലൈ ചെയ്തു.
AI കോഴ്സുകളൊക്കെ 2019 തന്നെ അപ്ലൈ ചെയ്തു. അന്ന് AI ഒന്നും നമ്മളിവിടെ ഇത് ചെയ്ത് തുടങ്ങി, നോർമൽ കോമൺ മാൻ കേട്ടു തുടങ്ങിയിട്ടുണ്ടാവില്ല. പക്ഷേ ഞാൻ കോളേജിലുള്ള കോഴ്സുകളെല്ലാം അന്ന് തൊട്ടേ AI ഡാറ്റാ സയൻസും അല്ലെങ്കിൽ AI ആൻഡ് മെഷീൻ ലേണിങ്ങും സൈബർ സെക്യൂരിറ്റിയൊക്കെ അന്നേ അപ്ലൈ ചെയ്ത് അന്നേ ഞങ്ങൾക്ക് കിട്ടുകയും ചെയ്തു. കേരളത്തിൽ ഇന്ത്യയിൽ ഒരേ ഒരു എഞ്ചിനീയറിംഗ് കോളേജേ ഉള്ളൂ കമ്പ്യൂട്ടർ സയൻസ് ഡിപ്പാർട്ട്മെൻറ്റുകൾ മാത്രമേ ഉള്ളൂ, അത് നമ്മുടെ മാത്രം. കാരണം അതിന് മുന്നേ ആ റൂൾ ഉണ്ടായിരുന്നുള്ളൂ, ഞങ്ങളത് മാറ്റി കംപ്ലീറ്റ് കമ്പ്യൂട്ടർ സയൻസ് കോഴ്സുകളാക്കി. അടുത്ത വർഷം മുതൽ ആ റൂൾ അവരെടുത്ത് മാറ്റി. ഒരു കോളേജിലും കമ്പ്യൂട്ടർ സയൻസ് മാത്രം ഉണ്ടാവാൻ പറ്റില്ല, നെക്സ്റ്റ് ഇയർ മുതൽ മാറ്റി. പക്ഷേ കോവിഡ് കാരണം ആ വർഷം നമുക്ക് സ്റ്റാർട്ട് ചെയ്യാൻ പറ്റിയില്ല, 2020 സ്റ്റാർട്ട് ചെയ്യാൻ പറ്റിയില്ല. അടുത്ത വർഷം 2021 നമുക്ക് രണ്ടാമത്തെ വേവ് വന്നു, ആ സമയത്തും നമുക്ക് സ്റ്റാർട്ട് ചെയ്യാൻ പറ്റിയില്ല. 2022 സ്റ്റാർട്ട് ചെയ്യാൻ ഒക്കെ എല്ലാ കാര്യങ്ങളൊക്കെ ചെയ്തു വന്നപ്പോഴേക്കും ടൈം കഴിഞ്ഞു സീസൺ. അങ്ങനെ 2023 നമുക്ക് സ്റ്റാർട്ട് ചെയ്യാൻ ടൈമും പോയി ഇതിനിടയിൽ. അപ്പം ദാറ്റ് വുഡ് ഹാവ് അഫക്റ്റഡ് യു? അതും എഫക്റ്റ് ചെയ്തു. കാരണം ഇത്രയും നിന്ന് പോയ സമയത്ത് കുറേ കോളേജ് ഇത്രയും 3 years ഒക്കെ ക്ലോസ് ചെയ്തിടുമ്പോഴുള്ള കുറേ ചലഞ്ചസ് ഉണ്ടായിരുന്നു. അപ്പോൾ അതൊക്കെ റീസ്റ്റാർട്ട് ചെയ്യുമ്പോൾ പ്രോബ്ലംസ് ആയി വന്നു. അപ്പോൾ ഞാൻ അതുകൊണ്ട് നേരത്തെ പറഞ്ഞ പോലെ ഞാൻ എപ്പോഴും പറയും, ഞാൻ എടുത്ത ഡിസിഷൻ റോങ് ആണോ അല്ലെങ്കിൽ അത് നല്ലതാണോ എന്നുള്ള ഒരു 10 years കൊണ്ടേ പറയാൻ പറ്റത്തുള്ളൂ. സോ അങ്ങനെയാണ് നമ്മൾ ഫൈനലി 2023 മെന്റർ കോളേജ് ഓഫ് എഞ്ചിനീയറിംഗ് മെന്റർ എഞ്ചിനീയറിംഗ് കോളേജസ് തുടങ്ങിയത്. സോ 2023 അങ്ങനെ മെന്റർ എഞ്ചിനീയറിംഗ് കോളേജ് തുടങ്ങുന്നു. 11 സ്റ്റുഡൻസ് ആണ് ആദ്യമായി ലഭിക്കുന്നത്. എന്തൊക്കെ കോഴ്സസ് ആയിരുന്നു? AI and data science, BTech AI and data science, BTech AI and machine learning, cyber security. അതാണ് ഫോക്കസ്. എല്ലാം AI ഡ്രിവൻ, കമ്പ്യൂട്ടർ സയൻസ്. ഒരു ഡിഫറെന്റ് കോഴ്സ് ഉള്ളത് BDS ഉണ്ട്, ബാച്ചലർ ഓഫ് ഡിസൈൻ എന്ന് പറഞ്ഞ കോഴ്സ് ഉണ്ട് നമ്മുടെ. പിന്നെ BCA BBA കോഴ്സുകളുണ്ട്, അങ്ങനത്തെ കോഴ്സസ് ആണ്. അപ്പോൾ ഈ ഒരു കോളേജ് തുടങ്ങി ഈ ഒരു പുതിയ വിഷൻ, ഒരു പേർപ്പസ്, ഒരു മൈൻഡ് സെറ്റ് വെച്ചിട്ടാണല്ലോ നമ്മളിത് അപ്രോച്ച് ചെയ്യുന്നത്. അങ്ങനെ ചെയ്തപ്പോൾ വേർ ദർ എനി റോഡ് ബ്ലോക്സ്, എന്തെങ്കിലും ബുദ്ധിമുട്ടുകൾ അപ്പോൾ ഫേസ് ചെയ്ത് തുടങ്ങിയോ, അതോ യു സോ ദാറ്റ് ദർ ഇസ് പൊട്ടൻഷ്യൽ? റോഡ് ബ്ലോക്സ് ഉണ്ട്. സ്റ്റുഡൻസ് ഇപ്പം ഇതിൽ ഏറ്റവും വലിയ കാര്യം വെച്ചാൽ ഞാൻ നേരത്തെ പറഞ്ഞ പോലെ പൊട്ടൻഷ്യൽ സ്റ്റുഡൻസിനെ നമുക്ക് കിട്ടുക എന്നുള്ളത്. അപ്പോൾ പൊട്ടൻഷ്യൽ സ്റ്റുഡൻസ് നമ്മളെ ട്രസ്റ്റ് ചെയ്യുന്ന എന്തിനാ എന്നുള്ളൊരു ക്വസ്റ്റ്യൻ ഉണ്ടല്ലോ. അപ്പോൾ അത് ഒരു പ്രോബ്ലം ആയിരുന്നു. അതിൽ കുറച്ച് ഒരു ആകെ 11 സ്റ്റുഡൻസ് മാത്രമാണ് അന്ന് നമുക്ക് വന്നുള്ളൂ. പിന്നെ അവരെ നന്നായി ട്രീറ്റ് ചെയ്തു, അവർ നല്ല റിസൾട്ട് കിട്ടാൻ തുടങ്ങിയപ്പോൾ അവരുടെ മൗത്ത് പബ്ലിസിറ്റിയിൽ കൂടുതൽ സ്റ്റുഡൻസ് വന്നു. 55 സ്റ്റുഡൻസ് ആയി. ലാസ്റ്റ് ഇയർ 220 സ്റ്റുഡൻസ് ആയി. അപ്പം അത് ഞാൻ പ്രതീക്ഷിച്ചതിനേക്കാൾ കൂടുതൽ വേഗത്തിൽ അത് ഗ്രോ ചെയ്യുന്നുണ്ട്. കാരണം ഞാൻ ഇങ്ങനെയൊക്കെയുള്ള നഷ്ടങ്ങളും എല്ലാം പ്രതീക്ഷിച്ചിട്ട് തന്നെയാണ് അത് സ്റ്റാർട്ട് ചെയ്തിട്ടുള്ളത്. അപ്പം ആക്ച്വലിയൊക്കെ എനിക്ക് സത്യം പറഞ്ഞാൽ ഞാൻ ഈ ഐഡിയ ഒക്കെ പറയുമ്പോൾ വലിയ ബിസിനസ്സുകാരൊക്കെ ആദ്യം ഇൻവെസ്റ്റ് ചെയ്യാന്നൊക്കെ പറഞ്ഞിട്ടുണ്ട്. പക്ഷേ മിക്കവരും ഈ 11 സ്റ്റുഡൻസ് ഒക്കെ കണ്ടപ്പോൾ എല്ലാവരും മാറിപ്പോയി. കാരണം അവർക്കറിയില്ലല്ലോ, എനിക്കിത് അറിയാമല്ലോ. അപ്പോൾ അതുകൊണ്ട് എൻ്റെ എക്സ്പീരിയൻസ് എന്ന് എനിക്കറിയാം ഇതെങ്ങനെ ബിൽഡ് ചെയ്ത് കൊണ്ടുവരണം എന്നുള്ള കാര്യത്തിൽ കൃത്യമായിട്ടുള്ള പ്ലാനോട് കൂടിയിട്ട് തന്നെയാണ് ഞാൻ ചെയ്യുന്നത്. അപ്പോൾ ഞാൻ ഇപ്പോൾ സ്ട്രഗിൾ ചെയ്യുന്നതിൻ്റെ അല്ലെങ്കിൽ ഇത്രയും കാലം സ്ട്രഗിൾ ചെയ്തതിൻ്റെ റിസൾട്ട് ഫ്യൂച്ചറിലുണ്ടാവും എന്നുള്ളത് തന്നെയാണ്. അതിന് പൂർണ്ണ ഒരു ഷുവറിറ്റി യു ഹാവ്, അതെനിക്ക് മനസ്സിലാവുന്നുണ്ട്. കൃത്യം റോഡ് മാപ്പ്. അപ്പോൾ വാട്ട് ഡസ് മെന്റർ കോളേജ് ഡു ഡിഫറെന്റ്ലി? എന്താണ് നിങ്ങൾ ചെയ്യുന്നത്? ഫസ്റ്റ് ഇയറിൽ തന്നെ ഉള്ള ഇന്റേൺഷിപ്പ് എന്ന് ഞാൻ കേട്ടു. സോ ആൾക്കാർക്കൊന്ന് മനസ്സിലാക്കാൻ വേണ്ടി വാട്ട് ഈസ് യുവർ സ്റ്റെപ്പ് ബൈ സ്റ്റെപ്പ് പ്രോസസ് ഫോർ എ സ്റ്റുഡൻറ്? അപ്പോൾ അത് കുറച്ച് തിരിച്ചറിവിൽ നിന്നും ഞാൻ നേരത്തെ പറഞ്ഞ പോലെ റിസർച്ചുകളിൽ നിന്നും ഡെവലപ്പ് ചെയ്തൊരു സിസ്റ്റമാണ്. അപ്പോൾ ആ തിരിച്ചറിവ് എന്താണെന്ന് കൂടി പറഞ്ഞാൽ അത് മനസ്സിലാവും. അതായത് ഞാൻ മുന്നേ കോളേജ് നടത്തിക്കൊണ്ടിരിക്കുന്ന സമയത്ത് എനിക്ക് നെറ്റ്വർക്ക് ഉണ്ട് നന്നായിട്ട്. അതായത് ഇപ്പം ഒന്ന് മൂവീസും അങ്ങനെയുള്ള എല്ലാ കണക്ഷൻസും വെച്ചുകൊണ്ട് തന്നെ കുറേ CEOs ആയിട്ടും, പിന്നെ എനിക്ക് അങ്ങനെയുള്ള ഭാഗ്യം ഉണ്ടായിട്ടുണ്ട്. എനിക്കറിയത്തില്ല അത് എല്ലാവർക്കും ഉണ്ടോ എന്നുള്ളത്. കുറേ ഫ്രണ്ട്സ് എൻ്റെ അടുത്ത് പറഞ്ഞാൽ എനിക്ക് കിട്ടിയൊരു ഭാഗ്യമാണ്. കുറേ കമ്പനികളുടെ CEOs ഒക്കെ ആയിട്ട് എനിക്ക് കണക്ട് ചെയ്യാനും. അപ്പോൾ ഇവരെല്ലാവരും എനിക്ക് കോളേജിൽ വന്ന് റിക്രൂട്ട് ചെയ്യാം എന്നൊക്കെ പറയും. ഓക്കെ, അപ്പോൾ എൻ്റെ പ്രോബ്ലം എന്ന് പറയുന്നത് അന്നുണ്ടായിരുന്ന കോളേജിൽ എനിക്ക് എല്ലാവരെയും എനിക്കൊരു വലിയൊരു ടീമിനെ അങ്ങനെ പ്ലേസ്മെൻറ്റിന് വിടാൻ മാത്രമുള്ള ഒരു കോൺഫിഡൻസ് ഇല്ലായിരുന്നു. കാരണം അത്രയും പൊട്ടൻഷ്യലുള്ള സ്റ്റുഡൻസ് ഇല്ല എന്നുള്ള ഒരു തിരിച്ചറിവുണ്ടായിരുന്നു. അപ്പോൾ ഇതെങ്ങനെ കൊണ്ടുവരാൻ പറ്റും? ഇപ്പം ഞാൻ നേരത്തെ പറഞ്ഞ പോലെ എങ്ങനെ നമുക്ക് ഒരു 80% നമ്മളവിടെ പഠിക്കുന്ന സ്റ്റുഡൻസും പ്ലേസ്ഡ് ആവണം, അങ്ങനെ എങ്ങനെ ബിൽഡ് ചെയ്യാൻ പറ്റും? അപ്പോൾ ഇങ്ങനെയുള്ള റിസർച്ചിൻ്റെ ഭാഗമായിട്ട് നോക്കിയപ്പം
മനസ്സിലായ കാര്യം വെച്ചാൽ ഇപ്പം ട്രഡീഷണൽ എഡ്യൂക്കേഷൻ, അതായത് നമ്മുടെ യൂണിവേഴ്സിറ്റി കരിക്കുലം എന്തായാലും പോരാ, അതിന് പ്രിപ്പയർ ചെയ്യത്തില്ല, സ്റ്റുഡൻസിനെ സക്സസ്ഫുൾ ആക്കാൻ വേണ്ടിയിട്ട് പ്രിപ്പയർ ചെയ്യത്തില്ല. അപ്പം ഫസ്റ്റ് കാര്യം എന്ന് പറഞ്ഞാൽ ഇൻഡസ്ട്രി ആയിട്ട് ഇൻട്രാക്ട് ചെയ്തു, ഇതേപോലുള്ള CEOസിനെ കണ്ടു, അപ്പോൾ അവരുടെ അടുത്ത് നിന്ന് കാര്യങ്ങൾ മനസ്സിലാക്കി, അവരെന്താണ് ചെയ്യുന്ന പ്രോസസ്സ് എന്ന് മനസ്സിലാക്കി. അപ്പോൾ അവർ ഫ്രഷറിനെ റിക്രൂട്ട് ചെയ്ത് കഴിഞ്ഞാൽ ആ ഫ്രഷേഴ്സിനെ അവർ ഒരു 6 to 9 months ട്രെയിൻ ചെയ്യും. കാരണം ഏതൊരു ടെക് കമ്പനിയോ ഏതൊരു ഓണ്ടർപ്രണറുടെ അടുത്തും ചോദിച്ചോ, ഫ്രഷേഴ്സ് വരുന്നവർക്ക് ഒരു നോളജും ഉണ്ടാവത്തില്ല, എക്സ്പീരിയൻസും ഉണ്ടാവത്തില്ല. പ്രത്യേകിച്ച് പ്രാക്ടിക്കലി അവർ എന്താണോ ഇൻഡസ്ട്രിക്ക് ആവശ്യമുള്ളത് അതായിരിക്കില്ല അവർ പഠിച്ചിട്ട് വരുന്നത്. അപ്പോൾ അത് ഇൻഡസ്ട്രിയുടെ ഉള്ളിൽ അവർ ട്രെയിനിങ് കൊടുക്കുന്നത് 6 to 9 months ട്രെയിനിങ് കൊടുക്കുന്നുണ്ട്. അത് കഴിഞ്ഞിട്ട് അവരെ ഷാഡോ ആയിട്ട് അനദർ 6 to 9 months കമ്പനിയിൽ ഇപ്പോൾ സീനിയറായിട്ട് ഉള്ള ഡെവലപ്പേഴ്സോ അല്ലെങ്കിൽ എന്താണോ വർക്ക് ചെയ്യുന്ന അവരുടെ അടിയിൽ ഷാഡോ ആയിട്ട് ഇട്ടതിന് ശേഷം ഒരു 12 to 18 months ശേഷമാണ് ഇവരെ ബില്ലിംഗ് തുടങ്ങുന്നത്. ഓക്കെ, അപ്പോൾ ഞാൻ ചിന്തിച്ചു എന്തുകൊണ്ട് ആ പ്രോസസ്സ്, ആ കമ്പനിയിൽ നടക്കുന്ന ആ പ്രോസസ്സിനെ കോളേജിലേക്ക് കൊണ്ടുവന്നൂടാ. അപ്പം ഞാൻ മനസ്സിലാക്കി, ഇപ്പോൾ US ട്രാവൽ ചെയ്തപ്പോഴൊക്കെ മനസ്സിലാക്കിയ ചില ഇപ്പോൾ Y കോമ്പിനേറ്റർ അല്ലെങ്കിൽ അങ്ങനെയൊക്കെ ഉള്ള മോഡലുകളിൽ നിന്ന് മനസ്സിലാക്കിയുള്ള ഒരു കാര്യം എന്ന് പറഞ്ഞാൽ സ്റ്റുഡൻസ് ആക്ച്വലി ഒരു 17 years to 21 years തന്നെയാണ് ഏറ്റവും എനർജറ്റിക് ആയിട്ടുള്ള ടൈം, അവർക്ക് ലേൺ ചെയ്യാനുള്ള ഏറ്റവും ബെസ്റ്റ് ടൈം. അപ്പോൾ അവർക്ക് വേണമെങ്കിൽ ഈ ടൈമിൽ തന്നെ ഈ കാര്യം ചെയ്യാം, എന്തിന് 4 years കഴിഞ്ഞിട്ട് വെയിറ്റ് ചെയ്യണം. അപ്പോൾ ആ സിസ്റ്റം, അതായത് എന്താണോ കമ്പനിയിൽ ഒരു ഫ്രഷറിനെ ട്രെയിൻ ചെയ്യുന്നത് അതേ കരിക്കുലമാണ് മെൻഡറിൽ ഫസ്റ്റ് സെമസ്റ്ററിൻ്റെ ഫസ്റ്റ് ഡേ തൊട്ടിട്ട് നമ്മൾ ട്രെയിനിങ് തുടങ്ങും. അതെ, അപ്പോൾ അവർ അതിന് തയ്യാറായിട്ടുള്ള സ്റ്റുഡൻസാണ് മെൻഡറിൽ വരുന്നത്, അതിന് ക്യാപ്പബിൾ ആയിട്ടുള്ള സ്റ്റുഡൻസാണ് വരുന്നത്. കാരണം നമ്മൾ അഡ്മിറ്റ് ചെയ്യുന്നത് ഒരു നല്ല പൊട്ടൻഷ്യലുള്ള മാർക്കുള്ള സ്റ്റുഡൻസിനെയാണ് എടുക്കുന്നത്, ലേണിംഗ് ഇൻറ്റൻ്റ് ഉള്ള സ്റ്റുഡൻസിനെ എടുക്കുന്നത്. അപ്പോൾ അവരെ നമ്മൾ ഫസ്റ്റ് ഇയർ ഓണ്ടർപ്രണേഴ്സ് ആവാൻ ആഗ്രഹിക്കുന്നവർ, സ്റ്റാർട്ടപ്പ് ഫൗണ്ടേഴ്സ് ആവാൻ ആഗ്രഹിക്കുന്നവർ, സ്റ്റുഡൻസിൻ്റെ ലെവലിൽ അവരുടെ ലെവലിൽ തന്നെ നമ്മളെ കണ്ടെത്തി നമ്മളൊരു ഡിഫറെൻ്റ് ആണെന്ന് തിങ്ക് ചെയ്യുന്നവരൊക്കെയാണ് നമ്മുടെ അടുത്ത് വരുന്നത്. ഇപ്പം നമ്മളവിടെ യൂണിവേഴ്സിറ്റി കരിക്കുലം ഹാഫ് ഡേ ഉള്ളൂ, ഹാഫ് ഡേയിൽ നമ്മൾ യൂണിവേഴ്സിറ്റി കരിക്കുലം തീർക്കും, ഹാഫ് ഡേ നമ്മൾ ഈ ഇൻഡസ്ട്രി കരിക്കുലത്തിനാണ് മാറ്റി വെച്ചിരിക്കുന്നത്. അപ്പോൾ ഇനി അത് മാത്രമല്ല, കോളേജുകളിൽ ട്രഡീഷണൽ കോളേജുകളിൽ ആക്ച്വലി ഈ പറയുന്ന ആഡ് ഓൺ പ്രോഗ്രാം അല്ലെങ്കിൽ ഇൻഡസ്ട്രി കരിക്കുലം എന്നൊക്കെ പറഞ്ഞിട്ടൊക്കെ ഒരു പ്രോജക്റ്റുകളൊക്കെ ചെയ്യുന്നുണ്ട്, പ്രൊജക്ട്സ് ചെയ്യുന്നുണ്ട്. പക്ഷെ അതും തിയറി പോലെ തന്നെയാണ് ആക്ച്വലി, ഹാൻഡ്സ് ഓൺ അല്ല. നമ്മുടെ അവിടെ ഇതും ടാസ്ക് ഓറിയൻറ്റഡ് ആയിട്ടാണ് ചെയ്യുന്നത്. അപ്പം ഞാൻ ഇതിനെപ്പറ്റിയൊക്കെ കൂടുതൽ പറയുമ്പോൾ എൻ്റെ ടീം പറയും, സാർ അധികം കാര്യമൊന്നും പറഞ്ഞു കൊടുക്കരുത്, സീക്രട്ട് പുറത്തേക്ക് വന്ന. അപ്പോൾ നമ്മളുടെ ഗെയിമിഫിക്കേഷൻ ഒരു ഗെയിമിഫൈഡ് മോഡലിലാണ് ആക്ച്വലി ട്രെയിനിങ് ചെയ്യുന്നത്. ഓക്കെ, ഇൻട്രസ്റ്റിംഗ് ആണ്. ഈവൻ ഞങ്ങളുടെ ക്യാമ്പസിനുള്ളിൽ തന്നെയുള്ള ഇന്റേണൽ ഹാക്കത്തോൺസ് ഉണ്ട്. ഇന്റേണൽ ഹാക്കത്തോൺസിന് ഞങ്ങളുടെ അവിടെ തന്നെ ക്യാഷ് പ്രൈസ് കൊടുക്കുന്നുണ്ട്. ഇതൊന്നും പബ്ലിക് അറിയുന്ന കാര്യമില്ല, പക്ഷെ നമ്മളവിടെ സ്റ്റുഡൻസിനെ മോട്ടിവേറ്റ് ചെയ്യാൻ വേണ്ടിയിട്ടാണ് ഈ കാര്യങ്ങൾ ചെയ്യുന്നത്. പക്ഷെ അതിൻ്റെ റിസൾട്ടും ഉണ്ട്. അതായത് ഇപ്പോൾ ഈ കഴിഞ്ഞ ഫസ്റ്റ് സെമസ്റ്ററിൽ ഒരു ഗ്രൂപ്പ് ഓഫ് സ്റ്റുഡൻസ്, അതായത് ഇന്റേണൽ ഹാക്കത്തോൺ നടത്തിയപ്പോൾ ഫസ്റ്റ് സെമസ്റ്ററിലെ സ്റ്റുഡൻസ് ഒരു ഗ്രൂപ്പ് ആ ഇന്റേണൽ ഹാക്കത്തോണൊക്കെ പങ്കെടുത്ത് അവർക്കുള്ള എക്സ്പീരിയൻസ് കൊണ്ട് അവർ ഒരു അമൽജ്യോതി എഞ്ചിനീയറിംഗ് കോളേജ്, അവിടെ കേരളത്തിലെ വൺ ഓഫ് ദ വലിയ ബെസ്റ്റ് കോളേജാണല്ലോ, അവിടുത്തെ ഒരു സ്റ്റേറ്റ് ലെവൽ ഹാക്കത്തോണിൽ അവർ പോയി സെക്കൻഡ് പ്രൈസ് കിട്ടും. ഫസ്റ്റ് സെമസ്റ്റർ സ്റ്റുഡൻസ്, ഒന്ന് ആലോചിച്ച് നോക്കണം. അവരൊക്കെ സീനിയേഴ്സ് ആയിരുന്നു. അവർ കോമ്പീറ്റ് ചെയ്യുന്ന സീനിയേഴ്സ് ആയിട്ടാണ്. ഞാനൊരു പൊട്ട ചോദ്യം ചോദിച്ചോട്ടെ, ഞാൻ ഈ ടെക് അല്ലാത്തതുകൊണ്ട് IT അല്ലാത്തതുകൊണ്ട് വാട്ട് ഈസ് എ ഹാക്കത്തോൺ? ഹാക്കത്തോൺ എന്ന് പറയുന്ന ഒരു പ്രോബ്ലം, ഇപ്പൊ ഒരു പ്രോബ്ലം, അതെ എക്സാക്ട്ലി അതാണ്. അതിന് ഒരു 24 hours നമ്മൾ ടൈം കൊടുക്കും. അപ്പൊ പിള്ളേർ അത് ഒരു ഉറക്കമില്ലാതെയും അതെന്ന് വെച്ച് കഴിഞ്ഞാൽ ചിലപ്പോൾ 24 hours സോൾവ് ചെയ്യണം. അത്രേ ഉള്ളൂ. അതിന് നമ്മൾ പക്ഷെ നമ്മൾ അതിനും കുറച്ച് ഡിഫറെന്റ് ഇത് കൊടുക്കും. അതായത് നമ്മളിപ്പോ കൊടുക്കുന്ന വൈബ് കോഡിങ് വെച്ചിട്ടാണ്. അതായത് പുതിയ ഇപ്പൊ കേട്ടിട്ടുണ്ടാവുമല്ലോ, കോഡിങ് പോലും AI ആണെന്നൊക്കെ കേൾക്കുന്നുണ്ടാവുമല്ലോ. അപ്പൊ ഇതേ സാധനങ്ങളാണ് നമ്മളിപ്പോ കൊടുക്കുന്നത്. ഒരു പ്രോബ്ലം കൊടുക്കും, ആ പ്രോബ്ലത്തിന് അവര് എടുക്കുന്ന ഇതിപ്പം വൈബ് കോഡിങ് വെച്ചിട്ട് ചെയ്യാൻ പറഞ്ഞാൽ AI ടൂൾസ് വെച്ചിട്ട് അവര് അതിനൊരു സൊല്യൂഷൻ ഉണ്ടാക്കും. ഞങ്ങൾ അതിന് മുകളിൽ പറയും, അതായത്
റവന്യൂ കിട്ടുന്ന പ്രോബ്ലം ചെയ്യാൻ പറയും. ഇപ്പം നമ്മൾ ആരുടെ അടുത്തെങ്കിലും ഒരു പ്രോബ്ലം ഒരു പ്രോജക്റ്റ് ഉണ്ടാക്കാൻ പറഞ്ഞാൽ എന്തെങ്കിലും ഒരു പ്രോജക്റ്റ് ഉണ്ടാക്കി കൊണ്ടുവരും. ഓക്കെ, അതായത് ഇപ്പോൾ ക്യാമ്പസുകളിൽ കാണുന്ന വെച്ചാൽ അറ്റൻഡൻസ് മോണിറ്ററിംഗ് സിസ്റ്റം അല്ലെങ്കിൽ ERP ഇങ്ങനെയൊക്കെ കൊണ്ടുവരും. ഇതുകൊണ്ടൊന്നും പ്രത്യേകിച്ച് ഇതുണ്ടാവില്ല. അപ്പോൾ നിങ്ങൾ കൊടുക്കുന്ന ഒരു ഹാക്കത്തോൺ ഒരു റവന്യൂ കിട്ടുന്ന ഒരു പ്രോബ്ലം ആൻഡ് സൊല്യൂഷൻ ആയിട്ട് വരാൻ പറയും. റവന്യൂ കിട്ടണം, അതായത് ഞാനോ നിങ്ങളോ ആരെങ്കിലും അതിന് പേ ചെയ്യാൻ തയ്യാറാവണം. മനസ്സിലായി. അങ്ങനെ അത്രയും ഇതായിട്ടുള്ള. അപ്പോൾ ഇതുകൊണ്ടുണ്ടാവുന്ന ഗുണം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ സ്റ്റുഡൻസ് തിങ്ക് ചെയ്യും. അപ്പം ഈ തിങ്കിങ് ആണ് ബിസിനസ്സിന് ആവശ്യം. ഇന്നത്തെ ബിസിനസ്സിന് ആവശ്യം തിങ്കേഴ്സിനെയാണ്, പ്രോബ്ലം സോൾവേഴ്സിനാണ്. അത് അഡാപ്റ്റബിൾ ആയിട്ട് ഓരോ കാര്യം എന്ത് ചലഞ്ച് വന്നാലും അതിനെ അഡാപ്റ്റ് ചെയ്യാൻ കഴിയുന്നവരാണ്. അപ്പം ഇതാണ് നമ്മൾ ഫസ്റ്റ് സെമസ്റ്റർ തൊട്ട് ബിൽഡ് ചെയ്യുന്നത്. അപ്പം അതിനുള്ള പ്രോസസ്സുകളുടെ ഭാഗമാണ് ഇപ്പോൾ ഇൻഡസ്ട്രി കരിക്കുലം അല്ലെങ്കിൽ ഇന്റേണൽ ഹാക്കത്തോൺസ്. ഈ ഇൻഡസ്ട്രി കരിക്കുലം ഒരു 1 year നമ്മൾ ട്രെയിൻ ചെയ്ത് കഴിഞ്ഞാൽ നമ്മൾ ഇവരെ കമ്പനികളിൽ ഇന്റേൺഷിപ്പിന് വിടും. സെക്കൻഡ് ഇയർ ഫസ്റ്റ് ഇയർ കഴിയുമ്പോൾ തന്നെ ഇന്റേൺഷിപ്പിന് വിടും. അപ്പോൾ ഈ ഇന്റേൺഷിപ്പിന് വിടുമ്പോൾ ഇവർ അപ്ലൈ ചെയ്തു. ഞാൻ നേരത്തെ പറഞ്ഞ പോലെ സയൻസ് ഇവർ ലേൺ ചെയ്തു. ഇത് അവരവിടെ പോയി അപ്ലൈ ചെയ്യാൻ പഠിക്കും. എന്ന് പറഞ്ഞാൽ അവർ ഒരു കമ്പനി പോകുമ്പോൾ തന്നെ അവിടെ നിന്ന് അവർക്ക് കിട്ടുന്ന എക്സ്പോഷർ ഭയങ്കര അധികമായിരിക്കും. എന്ന് വെച്ച് കഴിഞ്ഞാൽ അത് ഇപ്പോൾ ഞാൻ ഫസ്റ്റ് 11 സ്റ്റുഡൻസ് പോയി വന്നപ്പോൾ മുതൽ ഞാൻ അവരിൽ ശ്രദ്ധിക്കുന്നതാണ്. അവരുടെ ഒരു സെക്കൻഡ് ഇയർ മുതൽ അവരുടെ ആ ലേണിംഗ് എന്താ പറയുക, ലേണിംഗ് സിസ്റ്റം തന്നെ മാറി. അവർ തന്നെ എങ്ങനെ ലേൺ ചെയ്യണം എന്നുള്ള അവരുടെ തോട്ട്സ് തന്നെ മാറിക്കഴിഞ്ഞു. ബിക്കോസ് അവർ റിയൽ വേൾഡിൽ പോയി ഒരു കമ്പനി ജോലി ചെയ്യുമ്പോൾ അതിന്റെ ഒരു ആറ്റിറ്റ്യൂഡ്സും അതിന്റെ ഒരു രീതിയും അവർ മനസ്സിലാക്കി. അതുകൊണ്ടാണ് ഇപ്പം നമുക്ക് വീട്ടിൽ ഇരുന്ന് കുറെ കാര്യങ്ങൾ ചെയ്യാം. ഞാനും സ്കൂളിൽ പഠിച്ചതാണല്ലോ. സ്കൂളിൽ പഠിച്ച കാര്യങ്ങളും ജീവിതത്തിൽ എനിക്ക് ആവശ്യമുള്ള കാര്യങ്ങളും വളരെ വ്യത്യസ്തമായിരുന്നു. അത് കുറെ സാധനം ഞാൻ തന്നെ പഠിക്കേണ്ടി വന്നു. അത് എനിക്ക് കുറച്ചുകൂടി ഈസിലി സ്കൂളിൽ പഠിപ്പിച്ചു തന്നിരുന്നെങ്കിൽ എന്തൊരു സുഖമായിരുന്നു. യു ആർ ആബ്സല്യൂട്ട്ലി റൈറ്റ്. സോ ഐ അണ്ടർസ്റ്റാൻഡ്. ആ ഒരു എക്സ്പോഷർ അവർക്ക് കൊടുക്കുക എന്നുള്ളതാണ് നമ്മൾ ഇത് ചെയ്യുന്നത്. അപ്പോൾ കമ്പനികൾക്കുള്ള ഗുണം എന്ന് വെച്ച് കഴിഞ്ഞാൽ കമ്പനികളെ സംബന്ധിച്ച് അവർ ഈ സ്റ്റുഡൻസിനെ ഫസ്റ്റ് ഇയർ മുതൽ കണ്ടു തുടങ്ങുകയാണ്. അപ്പം അത് വിത്തൗട്ട് എനി കോസ്റ്റ്. ഇപ്പം ഞങ്ങൾ ഫ്യൂച്ചറിൽ അടുത്തൊരു സ്റ്റേജ് എന്ന് പറഞ്ഞാൽ ഒരു പെയ്ഡ് ഇന്റേൺഷിപ്സ് ചെയ്യണമെന്നുള്ളതാണ്. ചെറിയ പേയ്മെൻറ്റെങ്കിലും നമ്മുടെ സ്റ്റുഡൻസിന് കൊടുക്കണം എന്നുള്ള, സ്റ്റൈപ്പൻഡ് പോലെ കൊടുക്കണം എന്നുള്ളതാണ്. അപ്പം ഇത് കിട്ടുമ്പോൾ ഇവരെ സംബന്ധിച്ച് അല്ലെങ്കിൽ എന്താ ഒരു കമ്പനിക്ക് ഒന്ന് ആലോചിച്ച് നോക്കൂ, 12 to 18 months സാലറി കൊടുത്ത് വിത്ത് സാലറിയാണ് അത് പോകുന്നത്. വിത്ത് സാലറി ഒക്കെ കൊടുത്ത് ഒരു 12 to 18 months ആകുമ്പോഴേ ഇവരെ പറ്റി മനസ്സിലാവുള്ളൂ. ചിലപ്പോൾ ഇവർക്ക് വലിയ ജോബ് കിട്ടി കഴിഞ്ഞാൽ ഇവർ പോവുകയും ചെയ്യും. അപ്പോൾ ഇങ്ങനെയുള്ള പ്രോബ്ലംസ് ഒക്കെ ഇവർക്ക് മാറിക്കിട്ടും. മനസ്സിലായോ? ഒരു 2 to 3 years കൊണ്ട് ഇവരെ മനസ്സിലാക്കാനും ഇവരിലെ നല്ല ആൾക്കാരെ എടുക്കാനും അവർക്ക് ഇപ്പം ഇത് സംഭവിക്കുന്നുണ്ട്. ഇപ്പം ഞങ്ങൾ ഇന്റേൺഷിപ്പ് കൊടുക്കുന്ന കമ്പനികൾ സ്റ്റുഡൻസിന് അവിടുത്തെ ട്രെയിനേഴ്സ് ചോദിക്കുന്നുണ്ട്, ഇവർ ഇവിടേക്ക് തന്നെ വരില്ലേ? ഇവരും ആ കൾച്ചറായിട്ട് സെറ്റ് ആവും. ഈ എക്സ്പീരിയൻസ് ഈ ഒരു മോഡൽ ഇപ്പം നമ്മൾ 23 തൊട്ട് ചെയ്ത് തുടങ്ങിയല്ലോ. ഹാർഡ്ലി 2-3 years ആയി. 11 സ്റ്റുഡൻസ് എന്നത് ഇപ്പൊ 200+ 300 സ്റ്റുഡൻസിന് അടുത്ത് എത്തി നിൽക്കുന്നു. എന്താണ് സ്റ്റുഡൻസിന്റെ ഒരു അനുഭവവും കമ്പനീസ് പറയുന്ന ഒരു എക്സ്പീരിയൻസും ആസ് ദ ഫൗണ്ടർ ഓഫ് ദ കമ്പനി? സ്റ്റുഡൻസിന് എക്സ്പോഷർ ഭീകരമല്ലേ, ഭയങ്കര. അത് പറഞ്ഞറിയിക്കാൻ പറ്റാത്ത അത്ര എക്സ്പോഷർ. പിന്നെ ഇതിപ്പോൾ കുറേ കോളേജസ് സ്റ്റാർട്ട് ചെയ്തിട്ടുണ്ട് ചെയ്യാൻ വേണ്ടിയിട്ട്. ഓഫ് കോഴ്സ് പാരൻസ് സ്റ്റാർട്ട് ചെയ്തിട്ടുണ്ട് അവരുടെ സ്റ്റുഡൻസിന് ഇന്റേൺഷിപ്പിന് വിടാൻ വേണ്ടിയിട്ട്. ആ ഒരു ചേഞ്ച് ക്രിയേറ്റ് ചെയ്യാൻ നമുക്ക് പറ്റിയിട്ടുണ്ട്. ഇതാണ് വേണ്ടതെന്ന് ചെയ്യാൻ പറ്റിയിട്ടുണ്ട്. സ്റ്റുഡൻസിൻ്റെ ഭാഗത്തു നിന്നാണെങ്കിലും ശരി. ഇപ്പം അവർ തന്നെ സ്റ്റുഡൻസ് നമ്മുടെ അടുത്ത് പറയുന്ന കാര്യമാണ്, സാർ ഞങ്ങൾക്ക് ബോക്സ് തിങ്കിങ് വേണ്ട, നമ്മൾ തന്നെ കുറേ ലേൺ ചെയ്യുന്നുണ്ട്. അല്ലെങ്കിൽ അത് അവർക്ക് കമ്പനിയിൽ നിന്ന് കിട്ടുന്ന എക്സ്പോഷറാണ്. എന്നുവെച്ചാൽ കമ്പനിയിൽ നിന്ന് പോകുമ്പോൾ ഒക്കെ ഇന്റേൺഷിപ്സിനൊക്കെ പോകുമ്പോൾ കാരണം വേറൊരു കാര്യമുണ്ട്, നമ്മളൊന്നും പഠിക്കാതെ ഇന്റേൺഷിപ്പിന് പോയിട്ടും കാര്യമില്ല. മനസ്സിലായി? അതും ഇവിടെ ഇപ്പോൾ ഒരു ഡ്രാമയായിട്ട് കേരളത്തിൽ നടക്കുന്ന ഒരു കാര്യം. ഇന്റേൺഷിപ്പ് എന്ന് പറയുന്ന ഒരു സ്കാം വേറെ ഉണ്ട്. കാരണം വെച്ചാൽ ഒന്നും അറിയാതെ ഒരു കമ്പനി പോയിട്ട് എന്ത് കിട്ടാനാ? നമ്മളൊരു 1 year അതിൻ്റെ സിസ്റ്റത്തിലൂടെ കൊണ്ടുപോയി അവരെ ട്രെയിൻ ചെയ്ത് ഇന്റേണൽ ഹാക്കത്തോൺസ് അങ്ങനെയുള്ള പല കാര്യങ്ങളും ചെയ്ത് അവരെല്ലാം തോട്ട്സ് ഉണ്ടാക്കിയിട്ടാണ് നമ്മൾ ഇന്റേൺഷിപ്പിന് വിടുന്നത്. അങ്ങനെ ചെയ്തിട്ടേ കാര്യമുള്ളൂ. അല്ലാതെ വെറുതെ ഒരു ഇന്റേൺഷിപ്പിന് പോയിരുന്നാൽ ഒന്നും മനസ്സിലാവത്തില്ല എന്താണ് ഈ കമ്പനി നടക്കുന്നത്. കുറച്ചുകൂടെ അങ്ങോട്ടും ഇങ്ങോട്ടും പോകുന്നതെന്ന് മനസ്സിലാവും.
ആബ്സല്യൂട്ട്ലി. ഈ ഒരു എഡ്യൂക്കേഷൻ സിസ്റ്റം, എഡ്ടെക് സിസ്റ്റം ആണല്ലോ നിങ്ങൾ ഫോളോ ചെയ്യുന്നത്. ആൻഡ് വളരെ ഇന്നോവേറ്റീവ് ആയിട്ടുള്ള കുറേ കാര്യങ്ങൾ അതിൽ കൊണ്ടുവരാനുള്ള ശ്രമത്തിലാണ്. ബിക്കോസ് യു വോണ്ട് ടു പ്ലാന്റ് സീഡ്സ് ഇൻ ഫോർ ദ ഫ്യൂച്ചർ. ഇതിൽ ഹൗ ഇമ്പോർട്ടൻറ്റ് ഇസ് കമ്മ്യൂണിക്കേഷൻ, ഹൗ ഇമ്പോർട്ടൻറ്റ് ഇസ് കോൺഫിഡൻസ്, ഹൗ ഇമ്പോർട്ടൻറ്റ് ഇസ് കൾച്ചർ? അതറിയാൻ എനിക്കൊരു എല്ലാം താല്പര്യമുണ്ട്. ഇമ്പോർട്ടൻ്റ് ആണ്. കമ്മ്യൂണിക്കേഷൻ ആണ് മോസ്റ്റ് ഇമ്പോർട്ടൻറ്റ്. കമ്മ്യൂണിക്കേഷൻ, ആറ്റിറ്റ്യൂഡ് ഉം. ആറ്റിറ്റ്യൂഡ് ആണ്. എല്ലാ കമ്പനികളും മോർ ദാൻ സ്കിൽ നോക്കുന്നത് ആറ്റിറ്റ്യൂഡാണ്. അതെങ്ങനെ ഡെവലപ്പ് ചെയ്തെടുക്കാൻ പറ്റും? അത് ഇപ്പോൾ ഞാൻ നേരത്തെ പറഞ്ഞ പോലെ ഇപ്പം നമ്മൾ ഓൺട്രപ്രണേഴ്സ് ആവാൻ സ്റ്റുഡൻസിനെ മോട്ടിവേറ്റ് ചെയ്യുന്നു. അപ്പോൾ അതായത് നമ്മൾ ഇപ്പോൾ സ്റ്റാർട്ടപ്പ് ഫൗണ്ടേഴ്സ് ആവാനും ഒക്കെ ചെയ്യുന്നു. അപ്പോൾ അതായത് സെക്കൻഡ് ഇയർ മുതൽ നമ്മൾ അവർക്ക് 3 ഓപ്ഷൻ ഉണ്ട്. ഒന്ന്, അവർ ലേൺ ചെയ്ത കാര്യങ്ങളെ കൊണ്ട് അവർക്ക് ഫ്രീലാൻസ് ജോബ്സ് ചെയ്യാം. 2, നമ്മൾ തന്നെ ലൈവ് പ്രൊജക്ട്സുകൾ കൊടുക്കുന്നുണ്ട് പ്രൊജക്ട്സ് ചെയ്യാൻ വേണ്ടി, അതിന് നമ്മൾ റെമ്യൂണറേഷനും കൊടുക്കും. തേർഡ് തിങ്, അവർക്ക് തന്നെ സ്റ്റാർട്ടപ്സ് ഫൗണ്ട് ചെയ്യാം. അപ്പോൾ അതിനുള്ള ഇൻവെസ്റ്റ്മെന്റ്സ് അതിൽ കാരണം ഇപ്പോൾ ഒരു ക്യാമ്പസിലിരുന്നുകൊണ്ട് അവർക്ക് ചെയ്യാൻ വേണ്ടി അവർക്ക് എന്താണ് ഇൻവെസ്റ്റ്മെൻറ്റ്? ഒരു ഇൻവെസ്റ്റ്മെൻ്റ് ഒന്നും ആവശ്യമില്ലല്ലോ. പിന്നെ അടുത്ത സ്റ്റേജിൽ നമ്മൾ ഇൻവെസ്റ്റ്മെൻറ്റ് കൊടുക്കും. സാധനം ബിൽഡ് ചെയ്ത് കാര്യങ്ങൾ കൊണ്ടുവന്ന് വരുമ്പോൾ നമ്മൾ എക്സ്റ്റേണൽ ഇൻവെസ്റ്റേഴ്സിനെ കൊണ്ടുവന്ന് ഇൻവെസ്റ്റ്മെൻറ്റ്സ് അവർക്ക് ഡെഫിനറ്റ്ലി കൊടുക്കും. അത് ബിൽഡ് ചെയ്യും. അത് ഞാനാണെങ്കിലും പേഴ്സണലി എന്നെ കൊണ്ട് പറ്റാവുന്നതൊക്കെ ഞാൻ ഇൻവെസ്റ്റ് ചെയ്യും. പക്ഷേ ആ ഒരു കൾച്ചർ ബിൽഡ് ചെയ്യലാണ് നമ്മൾ ഉദ്ദേശിക്കുന്നത്. അപ്പോൾ ആ കൾച്ചർ ബിൽഡ് ചെയ്യുമ്പോഴുള്ള ഗുണം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ, ഇതിൽ എല്ലാവരും ഓൺട്രപ്രണേഴ്സ് ആവുമോ അല്ലെങ്കിൽ എല്ലാവരും ഫൗണ്ടേഴ്സ് ആവുമോ എന്നുള്ളതല്ല. അതിനേക്കാൾ കൂടുതൽ ഫെയിൽ ചെയ്തുകൊണ്ടാണ് നമ്മൾ പഠിക്കുന്നത്. ഇപ്പോൾ ഇവിടെ ഒരു സ്റ്റാർട്ടപ്പ് ഫൗണ്ട് ചെയ്യാൻ ശ്രമിച്ചു, പക്ഷേ ഫെയിലായാൽ പോലും അവൻ്റെ റെസ്യൂമിൽ ഞാൻ ഇത് ഫൗണ്ട് ചെയ്യാൻ ശ്രമിച്ചു, ഇന്ന പ്രോബ്ലമാണ് ഞാൻ സോൾവ് ചെയ്യാൻ നോക്കിയത്, ആ പ്രോബ്ലം സോൾവ് ചെയ്യാൻ നോക്കിയപ്പോൾ ഞാൻ ഇന്ന കാര്യങ്ങൾ നോക്കിയിട്ടാണ് ചെയ്തത്, ഇതായിരുന്നു അതിലെ ചലഞ്ചസ്, ഇങ്ങനെ പറഞ്ഞ ഒരു കമ്പനിയിൽ പോയി ഇൻ്റർവ്യൂ അറ്റൻഡ് ചെയ്താൽ ആ ടോപ്പ് ലെവൽ സാലറി കിട്ടിയിരിക്കും. 100% കിട്ടിയിരിക്കും. കാരണം എന്ന് വെച്ച് കഴിഞ്ഞാൽ അങ്ങനെയുള്ള ആൾക്കാരെയാണ് കമ്പനികൾക്ക് ആവശ്യം. ഇന്ന് നന്നായി കമ്മ്യൂണിക്കേറ്റ് ചെയ്യാൻ അറിയുന്ന, നല്ല ആറ്റിറ്റ്യൂഡുള്ള, നല്ല പ്രോബ്ലംസ് സോൾവ് ചെയ്യാൻ അറിയുന്ന ആൾക്കാരെയാണ് കമ്പനികൾക്ക് ആവശ്യം. ആബ്സല്യൂട്ട്ലി. ആൻഡ് ഇത് ഏറ്റവും കൂടുതൽ നിങ്ങൾക്ക് ഇത് ഗ്യാരണ്ടി ചെയ്യാൻ പറ്റുന്ന ഒരു രീതി എന്ന് പറയുന്നത് നല്ല സ്റ്റുഡൻസിനെ കിട്ടണം എന്ന് പറഞ്ഞു, അതുപോലെ തന്നെ നല്ല മെന്റേഴ്സിനെ കിട്ടണം. ഹൗ ഡു യു എൻഷുർ ദാറ്റ്? എങ്ങനെ? ഇപ്പം മെൻറ്റേഴ്സ് ഉള്ളത് ആദ്യം അതും ചലഞ്ചായിരുന്നു. ആക്ച്വലി ചലഞ്ചായിരുന്നു. അതിനു വേണ്ടി തന്നെ ഞാൻ ഒരു കമ്പനി തുടങ്ങിയായിരുന്നു. ആക്ച്വലി വേറെ ഒരു സ്കില്ലിങ്ങിൻ്റെ ഒരു കമ്പനി തുടങ്ങി. അതൊന്ന് സോഴ്സ് ചെയ്യാൻ വേണ്ടിയിട്ട്. പിന്നെ ഇപ്പോൾ ഒരു എ ഐ കമ്പനി സ്റ്റാർട്ട് ചെയ്തായിരുന്നു. അതൊന്ന് ഞാൻ കുറേ ലേൺ ചെയ്തു. ഒരു അൽഗോരിതമ എന്ന് പറഞ്ഞൊരു എ ഐ കമ്പനി തന്നെ സ്റ്റാർട്ട് ചെയ്തു സ്റ്റാർട്ടപ്പ് മിഷൻ്റെ ഉള്ളിൽ. അതിൻ്റെ ഉള്ളിൽ നിന്ന് നെറ്റ്വർക്ക് കിട്ടി. ഇത് എല്ലാ സിസ്റ്റവും നമ്മൾ ഇതിന് വേണ്ടിയിട്ട് ട്രൈ ചെയ്യാന്നുള്ള. പിന്നെ ഞാൻ അത്യാവശ്യം നല്ല ഇൻഫോ പാർക്കിലെയും ടെക്നോ പാർക്കിലെയും ഒക്കെ ഉള്ള CEOs ആയിട്ട് വളരെ നല്ല ബന്ധം നമ്മൾ കീപ്പ് ചെയ്യുന്നുണ്ട്. ഇപ്പോൾ അവരുടെ ഭാഷയിൽ പറഞ്ഞാൽ വേറെ ഒരു കോളേജിനും ഇല്ലാത്തത്ര സ്ട്രെങ്ത്തും ഫ്രണ്ട്ഷിപ്പും എനിക്ക്, അത് കമ്പനി ഉള്ളതുകൊണ്ടാണ് കേട്ടോ. എനിക്കൊരു കമ്പനി ഉള്ളത് കൊണ്ടും ആ ഒരു നെറ്റ്വർക്കിൽ അത്ര സ്ട്രോങ് ആയിട്ട് നിൽക്കുന്നതുകൊണ്ടും ആ ഒരു ഫ്രണ്ട്ഷിപ്പ് ഉണ്ട്. ഇപ്പോൾ ഞങ്ങളൊരു ക്യാമ്പയിൻ ലോഞ്ച് ചെയ്യുന്നുണ്ട്. അതായത് CEOസിനെ വെച്ചിട്ട് സെലിബ്രേറ്റിംഗ് ടെക് ഓൺട്രപ്രണേഴ്സ് ആസ് സെലിബ്രിറ്റീസ് എന്ന് പറയുന്നത്. കാരണം ഈ CEOs ആണല്ലോ പറയേണ്ടത് എഡ്യൂക്കേഷൻ എന്ത് മാറ്റം വരുത്തണം എന്നുള്ളത്. ഓക്കെ, അപ്പം അവരുടെയൊക്കെ നല്ല ഹെൽപ്പും സപ്പോർട്ടും നമുക്കുണ്ട്. പിന്നെ ഇപ്പോൾ ഒരു ബ്രാൻഡായിട്ട് വരുമ്പോൾ, അതായത് ഇപ്പോൾ ഒരു 2 years ഒക്കെ ആയിട്ട് നമ്മൾ ശരിക്കും സ്റ്റുഡൻസ് കമ്മ്യൂണിറ്റി ഭയങ്കരമായിട്ട് നോട്ടീസ് ചെയ്തിട്ടുണ്ട് കേരളത്തിൽ ത്രൂ ഔട്ട്. ഇപ്പോഴും കുറച്ചെങ്കിലും ഡൗട്ടുള്ള പാരൻസിനാണ്. പാരൻസ് ഇപ്പോഴും ആ ട്രഡീഷണൽ സാധനത്തിന് ഇപ്പോഴും അവർ ഡോക്ടർ ആവണം, ഇപ്പോഴും അവര് അല്ലേ. അത് പക്ഷെ മാറും. ബിക്കോസ് വളരെ ഇമ്പോർട്ടൻ്റ് ആയൊരു കാര്യം, പണ്ടൊക്കെ പേരൻസ് ആയിരുന്നു കൊച്ചുങ്ങളുടെ എഡ്യൂക്കേഷൻ ഫണ്ട് ചെയ്യുന്നത്. ഇപ്പൊ പതുക്കെ അത് നമ്മുടെ കൺട്രോളിലേക്ക് വന്ന് തുടങ്ങി. ആ ഒരു ഷിഫ്റ്റ് ചിലപ്പോൾ നിങ്ങളുടെ കോളേജിലും ഇൻസ്റ്റിറ്റ്യൂഷനിലും കാണാൻ പറ്റും. അത് കാണുന്നുണ്ട് ഉറപ്പായും കാണുന്നുണ്ട്. സ്റ്റുഡൻസ് ഡിസിഷൻ എടുക്കുന്നുണ്ട്, സ്റ്റുഡൻസ് ചോദിക്കും. പിന്നെ എക്കോ സിസ്റ്റത്തിലും ഇപ്പം ബാക്കിയുള്ള കോളേജുകളിൽ വർക്ക് ചെയ്യുന്ന ആൾക്കാരുടെ മക്കളെ ഞങ്ങളുടെ കോളേജിൽ പഠിപ്പിക്കാൻ വിടുന്നുണ്ട്. വേറെ എഞ്ചിനീയറിംഗ് കോളേജിലെ ആൾക്കാരുടെ പോലും പേരുകൾ ഞാൻ പറയുന്നില്ല. പക്ഷേ IM പോലുള്ള സ്ഥലത്തെ ഫാക്കൽറ്റീസ് നമ്മുടെ കോളേജ് സ്റ്റുഡൻസിന് വേണ്ടി റെക്കമെൻഡ് ചെയ്യുന്നുണ്ട്. അങ്ങനെയൊക്കെ ഇൻഡസ്ട്രിയിൽ നമ്മളൊരു ചലനം ഉണ്ടാക്കിയിട്ടുണ്ട്.
That's a very big thing. ആ ഒരു ചലനം ഉണ്ടാക്കാൻ പറ്റിയത്. പിന്നെ വളരെ ഇൻട്രസ്റ്റിംഗ് ആയ, ഞാൻ ആക്ച്വലി ഇൻസ്റ്റഗ്രാം കഴിഞ്ഞ ദിവസം നോക്കിയപ്പം മദേഴ്സ് ഡേ ആയിരുന്നു. അപ്പൊ യു ഡിഡ് സംതിങ് വെരി സ്വീറ്റ് ആൻഡ് സ്പെഷ്യൽ. അതിനെ കുറിച്ച് ഞങ്ങൾക്കൊന്ന് പറയൂ. എന്താണ് അതിന്റെ പ്രചോദനം? അവരുടെ കോളേജിൽ പഠിക്കുന്ന സ്റ്റാഫിന്റെ മദേഴ്സിന് അല്ലേ? എല്ലാ എംപ്ലോയീസിലും നമ്മൾ 1 year ആയിട്ടുള്ള എംപ്ലോയീസിന്റെ മദേഴ്സിന് ഒരു ചെറിയ ഒരു എന്താ പറയാ, ഒരു സ്നേഹസ്പർശം എന്നുള്ള രീതിയിൽ അവരുടെ ഡയറക്റ്റ് അക്കൗണ്ടിലേക്ക് ഒരു എമൗണ്ട് അയക്കുക എന്നുള്ള ഒരു രീതി. ചിലപ്പോൾ അത് വലിയൊരു അനുഗ്രഹമായിരിക്കും. എനിക്ക് ഇന്നലെ കുറെ മെസ്സേജുകളാണ് അത് ഞാൻ കണ്ടു, അതുകൊണ്ട് ഞാൻ നോട്ടീസ് ചെയ്തു. അങ്ങനെ അധികം ആൾക്കാരൊന്നും ചിന്തിക്കാത്ത, ചെയ്യാത്തൊരു സംഭവം. കുറെ അതായത് അമ്മമാരുടെയൊക്കെ മെസ്സേജുകൾ എനിക്ക് എന്റെ കണ്ണു നിറഞ്ഞു പോയി. അതൊരു അനുഗ്രഹമാണ്. അമ്മ എന്ന് പറയുമ്പോൾ നമ്മൾ എല്ലാവരും കുറച്ച് വീക്ക് ആവുന്ന ഒരു സ്പോട്ടാണ്. അപ്പൊ തീർച്ചയായിട്ടും ആ ബ്ലെസ്സിങ്സ് വിൽ ഡെഫിനറ്റ്ലി ബി ഷൈനിങ് ത്രൂ ഇൻ യുവർ ലൈഫ്. ബട്ട് ഐ ഹാവ് ടു ആസ്ക് യു, ഇപ്പൊ കൺഫ്യൂസ്ഡ് ആയിട്ട് ഇത് കണ്ടുകൊണ്ടിരിക്കുന്ന ഒരു ചെറുപ്പക്കാരൻ അല്ലെങ്കിൽ ചെറുപ്പക്കാരി ഉണ്ടെങ്കിൽ, ഒരു കോളേജിന്റെ ഫൗണ്ടർ, അതും ഇങ്ങനെ ഫ്യൂച്ചർ ഫോർവേഡ് ആയിട്ടുള്ള എഡ്ടെക് ഫോക്കസ് ചെയ്യുന്ന ആർട്ടിഫിഷ്യൽ ഇന്റലിജൻസിനെ കുറിച്ച് നല്ല ധാരണയുള്ള ഒരു ഫൗണ്ടർ എന്ന നിലയ്ക്ക്, വാട്ട് വുഡ് യു ടെൽ ദാറ്റ് 17-year-old? എന്ത് പറയും? എന്ത് പഠിച്ചാലും ഒരു അപ്ലൈ ചെയ്ത് പഠിക്കാൻ ശ്രമിക്കാൻ പറയും. അതായത് പ്രൊജക്ട് ബേസ്ഡ് ലേണിംഗ്. അത് ഏത് കോഴ്സ് എടുത്താലും എന്താണോ ഇൻഡസ്ട്രിയിൽ നടക്കുന്നത് ആ ഇൻഡസ്ട്രിക്ക് ആവശ്യമുള്ള രീതിയിൽ അത് ലേൺ ചെയ്യാൻ പറയും. അതായത് ഇപ്പം എന്താണോ കരിക്കുലത്തിലുള്ളത്, അതായത് ഇപ്പം നമ്മളിപ്പോൾ ഏത് കോളേജിൽ പോയി പഠിച്ചാലും അവിടെ പോയാലും കരിക്കുലമല്ല നമ്മളവിടേക്ക് എത്തിക്കുന്നത്, അതായത് ഇൻഡസ്ട്രിയിൽ വർക്ക് ചെയ്യാൻ മതി. അപ്പോൾ അതിന് ഇപ്പോൾ ടൈം വളരെ ഷോർട്ടാണ്. ഇപ്പം എന്നെ ആക്ച്വലി AI എന്നുള്ളതൊന്നും എന്നെ സ്കെയറി ആക്കുന്നില്ല. AI വന്നുകൊണ്ട് ജോബ് പോവും, AI വന്നുകൊണ്ട് ഇതാവും, അതൊന്നും നമുക്ക്. അതിനേക്കാൾ പേടിപ്പിക്കുന്ന ഒരു കാര്യം എന്ന് പറയുന്നത് ഇപ്പോഴും സ്റ്റുഡൻസ് മാർക്ക്, ഡിഗ്രി, സർട്ടിഫിക്കറ്റ് അങ്ങനെയാണ് തിങ്ക് ചെയ്തുകൊണ്ടിരിക്കുന്നത്. അതിപ്പോഴും ആൾക്കാരിലേക്ക് എത്തിയില്ല. അപ്പം അതൊന്നുമല്ല കാര്യം. കമ്പനികൾ നോക്കുന്നത് നമ്മളുടെ ആറ്റിറ്റ്യൂഡ്, നമ്മുടെ സ്കില്ലുകൾ, കമ്മ്യൂണിക്കേഷൻ, ഇതൊക്കെയാണ് കമ്പനികൾ നോക്കുന്നത്. അപ്പോൾ ആ രീതിയിൽ സ്വന്തമായി ട്രെയിൻ ചെയ്യാനുള്ള ഓപ്പർച്യൂണിറ്റീസ് നോക്കുക, സ്വന്തമായിട്ട് എക്സ്പ്ലോർ ചെയ്യാനുള്ള ഓപ്പർച്യൂണിറ്റീസ് നോക്കുക, കംഫർട്ട് ലെവൽ ബ്രേക്ക് ചെയ്യാനുള്ള കാര്യങ്ങൾ നോക്കുക. ഇതൊക്കെയാണ് അതാണ് കൊടുക്കേണ്ട അഡ്വൈസ്. മാത്രമല്ല, അനദർ തിങ് ദാറ്റ് യു ഗൈസ് ഡു ഇസ്, ഐ തിങ്ക് ഇന്നത്തെ കാലഘട്ടത്തിൽ ലൈക്ക് യു സെഡ് വലിയ മാറ്റം വന്ന ഒരു ചേഞ്ച്ഡ് സൊസൈറ്റി കൂടെയാണ്. ഇന്ത്യയുടെ 30 വയസ്സിൽ താഴെയുള്ള ഒരു 70% യൂത്ത് ഉള്ള ഒരു രാജ്യമാണ് നമ്മൾ. സോ അതാണ് നമ്മളുടെ ഫ്യൂച്ചർ. അപ്പോൾ ആ ഫ്യൂച്ചറിനെ ഇമ്പാക്റ്റ് ചെയ്യാൻ വേണ്ടി ട്രഡീഷണൽ മെത്തേഡ്സ് അല്ലാതെ മോഡേൺ മെത്തേഡ്സിലേക്ക് എത്തി. അപ്പം അവരെ കുറച്ചുകൂടെ ആക്റ്റീവ് ആക്കാൻ യു ഓൾസോ ഡു എ ലോട്ട് ഓഫ് എക്സ്ട്രാ കുരിക്കുലർ ആക്ടിവിറ്റീസ് അല്ലേ? എന്തൊക്കെയാണ് മെന്റർ കോളേജിൽ നിങ്ങൾ എക്സ്ട്രാ ചെയ്ത് കൊടുക്കുന്ന കാര്യങ്ങൾ? അത് ഒരു പാർട്ട് ഓഫ് എഡ്യൂട്ടൈൻമെന്റ് ആണല്ലോ. ഇപ്പോൾ നമ്മളിപ്പോൾ സ്റ്റുഡൻസിൻ്റെ അടുത്ത് ഇത് മാത്രം എന്ന് പറഞ്ഞാൽ, അതായത് എഡ്യൂക്കേഷൻ പ്രോജക്റ്റ് അല്ലെങ്കിൽ ഫൗണ്ടിങ് സ്റ്റാർട്ടപ്പ് അങ്ങനെയൊക്കെ മാത്രം പറഞ്ഞുകൊണ്ട് കാര്യമില്ല. അവർക്ക് ലൈഫും കൊടുക്കണം. അപ്പം അതും ദ ബെസ്റ്റ് പ്രോഗ്രാംസ് നമ്മളെപ്പോഴും കൊടുക്കാറുണ്ട്. ഇപ്പോൾ റീസെൻ്റ്ലി ഹനാൻഷയുടെ പ്രോഗ്രാം ഉണ്ടായിരുന്നു, അല്ലെങ്കിൽ ഇഫ്താർ, എല്ലാ പ്രോഗ്രാംസും ബെസ്റ്റ് ആയിട്ടായിരിക്കും. ഹൗ ഇമ്പോർട്ടന്റ്, ബിക്കോസ് ഒരു താങ്കളുടെ എന്റർടൈൻമെന്റ് ഇൻഡസ്ട്രിയിലും കൂടെ കാല് വെച്ച ഒരാൾ കൊണ്ടാണോ അത് കൂടുതൽ? അങ്ങനെയില്ല, അത് എല്ലാം ബാലൻസ്ഡ് ആക്കിയിട്ട് കൊടുക്കാനാണ് ശ്രമിക്കാറുള്ളത്. ഞാൻ പണ്ട് പറയും, പണ്ട് ഞാൻ ഇന്ത്യൻ കോളേജ് കുറച്ച് കൂടുതലായിരുന്നു. അതായത് പണ്ട് നടത്തിയിരുന്ന കോളേജുകളിൽ അത് കുറച്ച് അപ്പോൾ എന്റർടൈൻമെന്റ് തന്നെയാണ് ഇപ്പോഴും ആൾക്കാരുടെ ആഗ്രഹം. അപ്പോൾ ഇപ്പോൾ ഇതും മിക്സ് ചെയ്തിട്ടാണ് കൊടുക്കുന്നത്. ഇതും ആവശ്യമാണ് എന്നുള്ള രീതിയിലുള്ള ഇത്. പക്ഷെ ഞാൻ എപ്പോഴും അവരുടെ അടുത്ത് പറഞ്ഞുകൊണ്ടിരിക്കും. കാരണം എൻ്റെ ലൈഫിൽ നോക്കിയാൽ ഞാൻ നേരത്തെ സ്റ്റാർട്ടിങ്ങിൽ പറഞ്ഞ പോലെ ഇങ്ങനെയുള്ള ഒരു എൻ്റർടൈൻമെൻറ്റോ കാര്യങ്ങളോ ഒന്നും ഞാൻ എൻജോയ് ചെയ്തിട്ടില്ല. പക്ഷേ വൺസ് സെറ്റിലായതിനു ശേഷം, ഒരു കോളേജ് സ്റ്റാർട്ട് ചെയ്ത് ഒരു മൂവിയൊക്കെ ആ ചെറുപ്പത്തിൽ പ്രൊഡ്യൂസ് ചെയ്യാൻ പറ്റിയ ഇതുകൊണ്ട് തന്നെ എനിക്ക് ഒരുപാട് ലൈഫ് എൻജോയ് ചെയ്യാൻ പറ്റിയിട്ടുണ്ട്. അത് ഒരുപാട് ട്രാവൽ ചെയ്യാൻ പറ്റിയിട്ടുണ്ട്. ഒരുപാട് ആൾക്കാരെ വേൾഡിൽ നമ്മൾ വലിയ സെലിബ്രിറ്റികളായിട്ട് കാണുന്ന ആൾക്കാരെ മീറ്റ് ചെയ്യാൻ പറ്റിയിട്ടുണ്ട്, ഇൻട്രാക്ട് ചെയ്യാൻ പറ്റിയിട്ടുണ്ട്, അവരായിട്ട് പാർട്ടി ചെയ്യാൻ പറ്റിയിട്ടുണ്ട്. അപ്പോൾ ഇതൊക്കെ നമുക്ക് ചെയ്യാൻ പറ്റിയത് ഒരു സമയത്ത് നമ്മൾ ഹാർഡ് വർക്ക് ചെയ്തുകൊണ്ടാണ്. സോ അവരുടെ ഈ 17 to 21 years എന്നുള്ളത് അവരെ ഡിസൈഡ് ചെയ്യാം എങ്ങനെ അവർക്ക് ഫ്രണ്ടിലേക്ക് കൊണ്ടുപോകണം എന്നുള്ളത്. അത് ഇമ്പോർട്ടൻ്റ് ആയ ഫ്യൂ ഇയേഴ്സ് ആണ് എവരിവൺസ് ലൈഫ്. സോ അവിടെ എൻ്റർടൈൻമെൻറ്റും ആവശ്യമാണ്, അതിനേക്കാൾ കൂടുതൽ ഫോക്കസിങ് ഓൺ വാട്ട് യു വാണ്ട് ടു ഡു. ഒരു 20 വർഷത്തിന് ശേഷം where do you see Mentor College and where do you see yourself? 20 വർഷത്തിന് ശേഷം മെന്റർ കോളേജ്
ഒരു സ്റ്റാൻഫോർഡ് യൂണിവേഴ്സിറ്റി പോലെ തന്നെയുള്ള ഒരു ഒരു ഹൈബ്രിഡ് ആയിട്ടുള്ള, ഇപ്പോഴത്തെ രീതിയിൽ പറഞ്ഞാൽ ഓൺലൈൻ പ്ലസ് ഫിസിക്കൽ എന്ന് വെച്ച് കഴിഞ്ഞാൽ നമ്മളൊരു പ്ലാറ്റ്ഫോമാണ് ഉണ്ടാക്കാൻ നോക്കുന്നത്. ഇപ്പോൾ നമുക്ക് 2 കോളേജുകളായി. ഇപ്പോൾ പെരുമ്പാവൂരിൽ ഒരു കോളേജും കൂടി സ്റ്റാർട്ട് ചെയ്തു. നെക്സ്റ്റ് ഇയർ അത് ഇപ്പോൾ ഇന്ത്യയിൽ നോക്കിക്കഴിഞ്ഞാൽ ഇപ്പോൾ ഇതുപോലെ മാറ്റമില്ലാതെ പൂട്ടിപ്പോയിരിക്കുന്ന ഒരുപാട് കോളേജുകളുണ്ട് ഇന്ത്യയിൽ മൊത്തം. എനിക്ക് തോന്നുന്നു 3000 മോർ ദാൻ 3000 കോളേജസ് ഇന്ത്യയിൽ ക്ലോസ് ചെയ്തിട്ടുണ്ട്. കോവിഡ് സമയത്തോ? ഈ കോവിഡ് സമയത്ത് കൊണ്ടല്ല, പൊതുവെ ഈ ഒരു പൊതുവെ, അതായത് മാറ്റം കൊണ്ടുവരാതെയും അല്ലെങ്കിൽ ചേഞ്ചസിനും അനുസരിച്ചിട്ട് മാറാതെയൊക്കെ ഇത്രയും 3000+ കോളേജസ് പൂട്ടിപ്പോയിട്ടുണ്ട്. അപ്പോൾ എൻ്റെ ഒരു ആഗ്രഹം എന്ന് പറയുന്നത് അങ്ങനെയുള്ള കോളേജുകൾ അങ്ങനെ അല്ലെങ്കിൽ നടത്താൻ പറ്റാത്ത, അതായത് ഇത് സെക്കൻഡ് ജനറേഷനൊന്നും കോളേജുകൾ ഇപ്പോൾ ഈ അടുത്ത ജനറേഷൻ, ഇപ്പോൾ കോളേജ് റൺ ചെയ്തുകൊണ്ടിരിക്കുന്ന അടുത്ത ജനറേഷനൊന്നും അങ്ങനെ കോളേജുകൾ റൺ ചെയ്ത് കൊണ്ടുപോകാൻ അത്ര ഇതില്ല. അപ്പം നമ്മൾ ഇതിൽ ഫോക്കസ് ചെയ്ത് പോകുന്നതുകൊണ്ട് തന്നെ ഇതുപോലുള്ള കോളേജസ് ഇത് മൾട്ടിപ്പിൾ ചെയ്ത് ഇന്ത്യയുടെ എല്ലാ സ്ഥലത്തേക്ക് എത്തണം. ഒരു 100 ഇൻസ്റ്റിറ്റ്യൂഷൻ ഹൈബ്രിഡ് മോഡലിൽ, എന്നാൽ അതൊരു പ്ലാറ്റ്ഫോമായിട്ട് നിന്ന് ഒരു യൂണിവേഴ്സിറ്റിയായി മാറണം എന്നുള്ളതാണ് ആഗ്രഹം. അപ്പം അത് അത് ഒരു ഗ്രേറ്റ് ഇൻസ്റ്റിറ്റ്യൂഷനായിട്ട് മാറും. അതേപോലെ നമ്മളുടെ അവിടെ നിന്ന് ഒരു 1 lakh സ്റ്റുഡൻസ്, 1 lakh മെമ്പേഴ്സ് എങ്കിലും നമ്മുടെ അവിടെ നിന്ന് സക്സസ്ഫുൾ ആയിട്ടുള്ള ഒരു അലുമിനി നെറ്റ്വർക്ക് ആയിരിക്കണം. ഈ ടോട്ടൽ ഇൻസ്റ്റിറ്റ്യൂഷൻസിൽ നിന്നും കൂടി ഒരു 1 lakh ആൾക്കാരെങ്കിലും ഉള്ള ഒരു അലുമിനി ആയിട്ട് അതിനെ മാറണം എന്നുള്ളതാണ് ലക്ഷ്യം. അത് 20 years ഒന്നും ഞാൻ കരുതുന്നില്ല, 10 yearsനുള്ളിൽ അതെത്തണം എന്നുള്ളതാണ്. കാരണം നമ്മളുടെ ഡ്രീം എപ്പോഴും വളരെ ബിഗ് ആണെങ്കിൽ മാത്രമേ നമ്മൾ അതിന് വേണ്ടിയിട്ട് വർക്ക് ചെയ്യാൻ നമുക്ക് ഡേ ആൻഡ് നൈറ്റുള്ള ഒരു മോട്ടിവേഷൻ ഉണ്ടാവും. ഇത് മെന്റർ കോളേജിന് വേണ്ടിയുള്ള ആഗ്രഹമാണ്. മെന്റർ കോളേജ് എന്ന് പറയുന്നത് ഷംസുദ്ദീന്റെ ഒരു ഏരിയ ആണ്, ഒരു ഏറ്റവും വലിയ പാഷനാണ്. അതിന്റെ സൈഡിൽ കൂടെ സിനിമയുമുണ്ട്. അപ്പോൾ ഈ ഷംസുദ്ദീന്റെ സിനിമയിലുള്ള ആഗ്രഹങ്ങൾ എന്താണെന്നും കൂടെ അറിയാൻ എനിക്കൊരു താല്പര്യം. സത്യം പറഞ്ഞാൽ എന്നറിയോ, ഞാൻ സിനിമയിൽ ഞാൻ ഒട്ടും കോംപ്രമൈസ് ചെയ്യാറില്ല. അതായത് അത് എൻ്റെ പ്രോസസ്സിൽ ഒട്ടും കോംപ്രമൈസ് ചെയ്യാറില്ല. ഇപ്പം നെഗോസിയേഷൻസും എമൗണ്ട് കട്ടി അങ്ങനെയുള്ള കാര്യങ്ങളൊക്കെ ചെയ്യും. പക്ഷേ ഇപ്പോൾ സ്റ്റോറിയുടെ സൈഡാണെങ്കിലും അല്ലെങ്കിൽ അങ്ങനെയുള്ള സ്ഥലത്തൊക്കെ നമ്മൾ കേൾക്കുമ്പോഴോ അല്ലെങ്കിൽ ഒരു മൂവി സെലക്ട് ചെയ്യുമ്പോൾ അല്ലെങ്കിൽ ഒരു ടീമിനെ സെലക്ട് ചെയ്യുമ്പോഴോ അങ്ങനെയുള്ള കാര്യങ്ങളിലൊന്നും കോംപ്രമൈസ് ചെയ്യാറില്ല. ഞാൻ എപ്പോഴും ആലോചിക്കുന്നത് അതേ കാര്യം എങ്ങനെ കോളേജിൽ ചെയ്യാൻ പറ്റുമെന്നുള്ളതാണ്. ഒട്ടും കോംപ്രമൈസ് ചെയ്യാതെ എങ്ങനെ ബിൽഡ് ചെയ്യാൻ പറ്റും. അപ്പോൾ കാരണം കോളേജിൽ നിന്നൊക്കെ പറയുമ്പോൾ നമ്മൾ ഒരാളെ എടുക്കുമ്പോൾ ഇയാളെ വീട്ടിലേക്ക് അടുത്താളെ മാറ്റാമെന്നൊക്കെ ചിന്തിച്ച് നമ്മൾ എടുക്കും. പക്ഷേ മൂവിയിൽ നമ്മൾ അങ്ങനെ ചെയ്യില്ല. ഞാൻ മൂവിയിൽ നിന്ന് ഒരുപാട് കാര്യങ്ങൾ പഠിച്ചിട്ടുണ്ട് കോളേജിൽ അപ്ലൈ ചെയ്യാൻ വേണ്ടിയിട്ട്. പിന്നെ എൻ്റെ എല്ലാം ഒരു 90% എന്ന് പറഞ്ഞാൽ അത് കോളേജ് തന്നെയാണ്. മൂവി സത്യം പറഞ്ഞാൽ അത് ആ ഒരു പ്രോസസ്സിലൂടെ പോകാന്നുള്ളതാണ്. ഇപ്പോൾ ഒരു വെബ് സീരീസ് റിലീസ് ചെയ്യാനുണ്ട്, ഐസ് എന്ന് പറഞ്ഞ സോണി ലൈവിൽ. നെക്സ്റ്റ് മന്ത് റിലീസ് ചെയ്യുമായിരിക്കും. ഒരു ഫിലിം പ്രൊഡക്ഷൻ തുടങ്ങാൻ പോകുന്നുണ്ട്. ജിസ് ജോയ് ആസിഫിലയുടെ പ്രൊഡക്ഷൻ. പക്ഷെ അതിലെ അങ്ങനെ ഒരു ഡെഫിനറ്റ്ലി ഒരു ഡ്രീം ഒന്നും അങ്ങനെ. അതിന്റെ അൾട്ടിമേറ്റ് എയിം എന്ന് പറയുന്നത് അത് കുറച്ച് ഇൻസ്പയറിംഗ് ആയ ആൾക്കാരിലേക്ക് എത്തുക, നല്ല മെസ്സേജസ് നൽകുക. ആൻഡ് അതിലൂടെ ഇഫ് യു ക്യാൻ get people to come to mentor and learn and achieve their dreams, then nothing better. Any personal dreams for you, Shamsu? ഡ്രീം ക്യാച്ചർ എന്ന് പറയുന്നത് ഒരു വേൾഡില് ഒരു അറിയപ്പെടുന്ന പ്രൊഡക്ഷൻ ഹൗസ് ആക്കണം എന്നുള്ള ഡ്രീം ഒക്കെ ഉണ്ട്. ഡ്രീം ക്യാച്ചർ എന്നാണ് പ്രൊഡക്ഷൻ ഹൗസിന്റെ പേര്. I didn't know that. Okay. ഡ്രീം ക്യാച്ചർ I know ഡ്രീം ക്യാച്ചേഴ്സ് എന്റെ വീട്ടിൽ കുറെ ഉണ്ട്. അപ്പം അറിയപ്പെടുന്ന ഒരു പ്രൊഡക്ഷൻ ഹൗസ് ആവണം. പ്രൊഡക്ഷൻ ഹൗസ് ആക്കണം. അവിടെയും ഒരുപാട് പുതിയ, അതിൽ വലിയ ആഗ്രഹമുണ്ടോ? സിനിമ അധികം ഇഷ്ടപ്പെട്ട, ചെറുപ്പത്തിൽ വളരെ ഇൻസ്പയർഡ് ആയ ഒരാളാണല്ലോ. അപ്പം ഒരു ദിവസം ഇദ്ദേഹത്തെ വെച്ച് ഇങ്ങനത്തെ ഒരു സിനിമ എടുക്കണം എന്നുള്ള ആഗ്രഹമുണ്ടോ ഇപ്പൊ? സത്യം പറഞ്ഞാൽ അങ്ങനെയില്ല. എനിക്ക് നല്ല സ്റ്റോറീസ് പറയണം, മോട്ടിവേറ്റിംഗ് ആയിട്ടുള്ള സ്റ്റോറീസ് പറയണം. പിന്നെ അതിനേക്കാൾ കൂടുതൽ ഒരുപാട് പുതിയ ആൾക്കാർ, ഇപ്പം ഞാൻ നോക്കിക്കഴിഞ്ഞാൽ ഈ 3 സിനിമകളിലുമായിട്ട് ഏകദേശം ഒരു 40+ പുതിയ ആൾക്കാരെങ്കിലും ഇൻഡസ്ട്രിയിലോട്ട് വന്നിട്ടുണ്ട്. അപ്പം അങ്ങനെ പുതിയ ആൾക്കാർ കൂടുതൽ കൊണ്ടുവരാൻ പറ്റണം എന്നാണ് ഞാൻ ആഗ്രഹിക്കുന്നത്. അങ്ങനെയുള്ള സിനിമ മാറിയല്ലോ, ഇപ്പോൾ സ്റ്റോറിക്ക് തന്നെയല്ല ഏറ്റവും ഇമ്പോർട്ടൻസ് ഉള്ളത്. അപ്പോൾ അതുകൊണ്ട് അങ്ങനെ നെയിം വരുന്ന ഒരു പ്രൊഡക്ഷൻ ഹൗസ് ആയിട്ട് മാറണം. ഇപ്പം ചെയ്ത എല്ലാ പടങ്ങളും ഒരു മിനിമം ക്വാളിറ്റി ഉണ്ട്. അപ്പോൾ ഫ്യൂച്ചറിൽ ഡ്രീം ക്യാച്ചർ പ്രൊഡക്ഷൻസിന്റെ പടം എന്ന് പറഞ്ഞാൽ ആൾക്കാർ തിയേറ്ററിൽ എത്തുന്ന ലെവലിലേക്ക് ആ പ്രൊഡക്ഷൻ ഹൗസ് എത്തണം.
അതാണ് ഏറ്റവും വലിയ അതാണ് ഡ്രീം. ഏറ്റവും വലിയ ആൻഡ് ഇപ്പോൾ ഐ എം ഷുവർ കുറേ +2 സ്റ്റുഡൻസിൻ്റെ പേരൻസ് ഇത് കാണുന്നുണ്ടാവും. ആം, അവരുടെ അടുത്ത് നമ്മളുടെ ഈ ഒരു ജനറേഷൻ്റെ സമൂഹത്തിൻ്റെ ഫ്യൂച്ചറിനെ കുറിച്ച് എന്താണ്, വാട്ട് വുഡ് യു ടെൽ ദം about the future of education? Because parents ആണ് ഇപ്പോഴും ഡിസൈഡ് ചെയ്യുന്നത് കുറേ അധികം എഡ്യൂക്കേഷനെ കുറിച്ച്, എസ്പെഷ്യലി 11th and 12th ഒക്കെ എത്തുമ്പോൾ സ്വന്തമായിട്ടൊരു ഡിസിഷൻ എടുക്കാനുള്ള കഴിവല്ല ഫ്രീഡം കുറേ പേർക്ക് കൊടുക്കുന്നില്ല. സോ പേരൻസ് കണ്ടുകൊണ്ടിരിക്കുമ്പോൾ എങ്ങനെ അവരുടെ ചിന്താഗതി മാറ്റണം ടു പ്രിപ്പയർ ഫോർ ദ ഫ്യൂച്ചർ? ആസ് എ ഫൗണ്ടർ, വാട്ട് വുഡ് യു ടെൽ ദം? എനിക്ക് തോന്നുന്നു ലോകത്തിൽ എന്ത് ചെയ്താലും അത് ആത്മാർത്ഥമായിട്ട് ചെയ്താൽ അതിനൊരു സ്കോപ്പ് ഉണ്ട് എന്നുള്ളതാണ് അതിന് സത്യം. അതിന് പ്രത്യേകിച്ച് ഒരു കോഴ്സ് എന്നോ അല്ലെങ്കിൽ ഒരു പ്രത്യേകിച്ച് ഡിഗ്രി എന്നോ അങ്ങനെയുള്ള കാര്യങ്ങളൊന്നുമില്ല. അപ്പോൾ എന്ത് കാര്യം ചെയ്യണമെന്നുണ്ടെങ്കിലും അതിനെ ആത്മാർത്ഥമായിട്ട് അത് ചെയ്യാൻ നോക്കുക, അല്ലെങ്കിൽ അതിലെ ഏറ്റവും ബെസ്റ്റ് ആവാൻ വേണ്ടി ട്രൈ ചെയ്യുക. അതിലെ ബെസ്റ്റ് ആവാൻ വേണ്ടിയിട്ട് എന്തൊക്കെ നമുക്ക് മെൻറ്ററിങ് എടുക്കാൻ പറ്റുമോ, അല്ലെങ്കിൽ ആ ഇൻഡസ്ട്രിയിലുള്ള ആൾക്കാരായിട്ട് ഇൻട്രാക്ട് ചെയ്യുക, അവിടെ നമുക്ക് ബെസ്റ്റായിട്ട് ലേൺ ചെയ്യാം. പിന്നെ ഇതിൽ ട്രഡീഷണൽ രീതികൾ ഫോളോ ചെയ്യാതിരിക്കുക എന്നുള്ളതാണ് ഏറ്റവും വലിയ. ഇപ്പോൾ നേരത്തെ സിനിമ കണക്ട് ചെയ്ത് പറഞ്ഞാലും നമ്മൾ ട്രഡീഷണലായിട്ട് പണ്ടത്തെ ഒരു 20 വർഷം മുന്നത്തെ ഫിലിം മേക്കിംഗ്, ട്രഡീഷണൽ മേക്കിംഗ് നമ്മളിപ്പോൾ ചെയ്ത് എങ്ങനെ ഉണ്ടാവും, എല്ലാ കാര്യത്തിലും അങ്ങനെ തന്നെയാണ്. അപ്പോൾ എഡ്യൂക്കേഷൻ്റെ കാര്യത്തിലാണെങ്കിലും ആക്ച്വലി പിന്നെ സ്റ്റുഡൻസാണ് എനിക്ക് തോന്നുന്നത് പിള്ളേർ കുറച്ചും കൂടി അപ്ഡേറ്റഡ് ആണ്. അവർക്കറിയാം എന്തൊക്കെ ചെയ്യണമെന്നുള്ള കാര്യം. എന്ന് വെച്ചിട്ട് കംപ്ലീറ്റ്ലി അവരുടെ അടുത്തും വിടരുത്. ഒരു മിക്സ് തന്നെ ആയിരിക്കണം അവിടെയും വേണ്ടത്. കാരണം അവരെയും നമുക്ക് ഇത് ചെയ്യൂ എന്ന് പറയാൻ അത് തെറ്റാണ്. ഇത് ചെയ്യൂ എന്ന് പറയുന്നതിനേക്കാൾ കൂടുതൽ അവരൊരു ഡയറക്ഷനിൽ പോകണമെന്നുണ്ടെങ്കിൽ അവിടെ ഇതൊക്കെയാണ് കാര്യങ്ങൾ ഉള്ളത് എന്ന് പറഞ്ഞു കൊടുത്താൽ നല്ലതായിരിക്കും. അത് ചിലപ്പോൾ അവർ തിങ്ക് ചെയ്യാതെ അവർക്ക് പറഞ്ഞു കൊടുക്കാമല്ലോ, നമുക്കിപ്പോൾ ഇവിടെ ഇന്നതാണ് പോസിറ്റീവ്സ്, ഇന്നതാണ് നെഗറ്റീവ്സ്, എനിക്ക് ഇത് ചൂസ് ചെയ്യാം, ഇത് ചൂസ് ചെയ്യാം, എന്നിട്ട് അവർ ചൂസ് ചെയ്യണമെങ്കിൽ അവർക്ക് ചൂസ് ചെയ്യണം. യെസ്. നേരത്തെ ഞാൻ ചോദിച്ചല്ലോ, കുറേ വർഷങ്ങൾക്ക് ശേഷം തിരിഞ്ഞു നോക്കുമ്പം ആൾക്കാർ ഷംസുവിനെ എങ്ങനെ ഓർക്കണം എന്നാണ് ആഗ്രഹം? ഹൗ വുഡ് യു ലൈക്ക് ടു ബി റിമെമ്പേർഡ്? Nice question. ബിക്കോസ് ദാറ്റ്സ് ഒരു ആഗ്രഹമല്ലേ അത്? ബിക്കോസ് യു വോണ്ട് ടു ഇൻസ്പയർ അല്ലേ? തുടക്കം താങ്കൾ ഇവിടെ സംസാരിച്ചുകൊണ്ടിരിക്കുമ്പം ദ വേർഡ്സ് ഐ ഹവ് നോട്ടിസ്ഡ് ഇസ് പർപ്പസ്, ക്വാളിറ്റി, ഇൻസ്പയർ, മോട്ടിവേറ്റ്, എഡ്യൂക്കേറ്റ്, എല്ലാം ഭയങ്കര ലോങ് ടേം ആയിട്ടുള്ള ഇമ്പാക്റ്റ് ഉള്ള സാധനങ്ങളാണ്. അതിൻ്റെയൊക്കെ റിസൾട്ട് ഇന്നായിരിക്കില്ല. അപ്പം അങ്ങോട്ട് നോക്കുമ്പോൾ ഹൗ വുഡ് യു വോണ്ട് ടു ബി റിമെമ്പേർഡ്? അത് ആക്ച്വലി ഇപ്പം നേരത്തെ ഞാൻ പറഞ്ഞ പോലെ ഒരുപാട് ആൾക്കാർ സക്സസ്ഫുൾ ആയിട്ട് നമ്മുടെ അടുത്ത്, നമ്മൾ ആ സക്സസ്ഫുൾ അവരാവുന്നതിന് നമ്മളൊരു റീസണായെന്ന് പറയുമ്പോൾ, അല്ലെങ്കിൽ അവരിലൊരു ചേഞ്ച് ക്രിയേറ്റ് ചെയ്യാൻ, അല്ലെങ്കിൽ അവരിലൊരു കോൺഫിഡൻസ് ക്രിയേറ്റ് ചെയ്യാൻ നമ്മൾ അവർക്കൊരു ഒരു നിമിത്തമായെന്ന് പറയുമ്പോഴാണ് നമുക്ക് ഏറ്റവും വലിയ, എന്നെ സംബന്ധിച്ച് ഞാൻ വിജയിച്ചു അല്ലെങ്കിൽ എനിക്ക് സാറ്റിസ്ഫാക്ഷൻ കിട്ടുന്നൊരു കാര്യം ഉണ്ടാവുക. അതിൻ്റെ ചെറിയ കാര്യങ്ങളെന്ന് പറഞ്ഞപ്പോൾ ഞാൻ നടത്തിയ കോളേജുകളിൽ നിന്ന് തന്നെ ഉള്ള സ്റ്റുഡൻസ് ഇന്ന് ഓൺട്രപ്രണേഴ്സായിട്ട് അവരെന്തെങ്കിലും സാഹചര്യത്തിൽ എന്നെ കാണുമ്പോൾ അവരെൻ്റെ അടുത്ത് പറയും, ചിലപ്പോൾ പറയും, സാർ അവിടെ പഠിച്ചതുകൊണ്ടും സാറിനെ കണ്ടു വളർന്നുകൊണ്ടുമാണ് ഞാനിന്ന് ഓൺട്രപ്രണറായത്. ചിലവർ പറയും, എൻ്റെ അടുത്ത് കൂടുതൽ ആൾക്കാരും പറഞ്ഞിട്ടുള്ളത് ഫസ്റ്റ് ഇൻട്രൊഡക്ഷൻ ഡേയിൽ കിട്ടിയ സ്പീച്ച്, ഫസ്റ്റ് ഞാൻ കൊടുത്ത ടോക്ക്, അതാണ് അവരിൽ മാറ്റം ഉണ്ടാക്കിയത്. അങ്ങനെ കുറേ പേര് എൻ്റെ അടുത്ത് പറഞ്ഞിട്ടുണ്ട്. ഇതാണ് അങ്ങനെ ഒരാൾ എൻ്റെ അടുത്ത് പറഞ്ഞാൽ എനിക്ക് 1 മാസത്തിനുള്ള മോട്ടിവേഷനായി. മനസ്സിലായോ? അത് കിട്ടുന്ന സാറ്റിസ്ഫാക്ഷൻ എന്നെ സംബന്ധിച്ച് അത് ഭീകരമാണ്. കാരണം ഒരാളുടെ ലൈഫിൽ നമുക്കൊരു ചേഞ്ച് ഉണ്ടാക്കാൻ പറ്റുക എന്ന് പറയുന്നത്. അതെ. അപ്പം അങ്ങനെ നിരവധി കുട്ടികളുടെ ജീവിതത്തിൽ ആ ഒരു മാറ്റം വരുത്താൻ തരത്തിലുള്ള ഒരു വ്യക്തി ഓൾറെഡി ആണ് ഷംസു. പക്ഷെ ഇനിയും അത് വളർന്ന് പന്തലിച്ചൊരു വലിയൊരു ഈക്കോസിസ്റ്റം തന്നെ നമുക്ക് സംഭാവന ചെയ്യാൻ പറ്റത്തരത്തിലുള്ള ഒരു വളർച്ച മെന്റോർ കോളേജ് ഓഫ് എഞ്ചിനീയറിങ്ങിനും ഷംസുനും ഐ വുഡ് ലൈക്ക് ടു വിഷ് യു ദ വെരി ബെസ്റ്റ്. ആൻഡ് ഐ കൻ സീ ദാറ്റ് നേരത്തെ പറഞ്ഞല്ലോ, പൊട്ടൻഷ്യൽ എന്ന് പറഞ്ഞൊരു സാധനം, ദ ക്വാളിറ്റി എന്ന് പറഞ്ഞ സാധനം, ആ സാധനമൊക്കെ വളരെ തോട്ട്ഫുള്ളി, ഇൻറ്റൻഷനലി, ഹാർഡ് വർക്കിലൂടെയും പാഷനിലൂടെയും ഈ കോളേജിലേക്ക് പോർ ചെയ്തിട്ടുണ്ട് എന്ന് എനിക്ക് മനസ്സിലാക്കാം. സോ ഹിയർസ് വിഷിംഗ് യു ദ ബെസ്റ്റസ്റ്റ് ജേർണി ആൻഡ് താങ്ക് യു സോ മച്ച് ഫോർ ബീങ് പാർട്ട് ഓഫ് ദിസ്, ഷംസു. താങ്ക് യു so much.